ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം നമ്മൾ അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ പഞ്ചബ്രഹ്മ സ്വരൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലളിതാ സഹസ്രനാമത്തിന്റെ ഏറ്റവും കോറായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പഞ്ചബ്രഹ്മ സ്വരൂപം. അത് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി പോയില്ലെങ്കിൽ ദേവി ഈ പ്രപഞ്ചത്തെയും പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം ഈ നമ്മുടെ ശരീരം തന്നെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ മഹാത്ഭുതമായിരിക്കുന്ന ഈ ശരീരം അല്ലെ, പ്രപഞ്ചം അവിടെ നിൽക്കട്ടെ, കാരണം അതൊരു കോസ്മോസ് ആണ്, അവിടെ സകല പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിൽ ഗോപ്യമായിരിക്കുന്ന ഒരു ശക്തിയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഈ ചെറിയ ശരീരം പിണ്ടാണ്ടം എന്ന് പറയുന്ന ബ്രഹ്മാണ്ടത്തിന്റെ വളരെ മിനിയേച്ചർ ഫോമായിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ ശരീരത്തിലാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ശരീരം തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇല്ലേ, മഹാത്ഭുതമല്ലേ നമ്മുടെ ശരീരം. അപ്പൊ നമ്മൾ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കണം, നമ്മുടെ ശരീരത്തെ കണ്ടെങ്കിലേ നമുക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ തലച്ചോർ, ബ്രെയിൻ എന്ന് പറയുന്നു, 490 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകളാണ് ഈ ബ്രെയിനിനകത്തുള്ളത്. ഈ മസ്തിഷ്ക സെല്ലില് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 5 ഇരട്ടി വിവരങ്ങൾ ശേഖരിക്കാന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ബ്രെയിനിന്റെ നിർദ്ദേശങ്ങൾ 170 മൈൽ വേഗത്തില് നാഡീകോശങ്ങളിലൂടെ കുതിച്ചു പോവുകയാണ്. ഇനി എക്സ്പ്രസ് ഹൈവേയുടെ വാഹന സഞ്ചാരത്തെക്കാൾ അതിവേഗമാണിത്. ഒരു സെക്കൻഡിൽ 7 ലക്ഷം സന്ദേശങ്ങളാണ് ഒരു സെക്കൻഡിൽ 1 ലക്ഷം സന്ദേശങ്ങളാണ് പൊക്കോണ്ടിരിക്കുന്നത്. ശ്വാസം, രക്തപ്രവാഹം, വിശപ്പ്, ദാഹം, അംഗചലനങ്ങള്, കൺപോളകളുടെ അനക്കം പോലും തലച്ചോറ് നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മുടെ മസ്തിഷ്കം 25 വാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വളരെ അത്ഭുതകരമായിട്ടൊരു കാര്യമാണ് ഇല്ലേ, നമ്മുടെ ശരീരത്തിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതായത് ഒരു ബൾബിന് പ്രകാശിക്കാനുള്ള പവർ ഇതിലുണ്ട്. ഭാരം വെറും 1.3 കിലോഗ്രാം മാത്രം. ഇതിന്റെ വ്യാപ്തിയാണെങ്കിലോ 14 സെന്റിമീറ്റർ ഇൻറ്റു 16 സെന്റിമീറ്റർ ഇൻറ്റു 9 സെന്റിമീറ്റേഴ്സ്, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഹൃദയം എടുക്കാം. 1 മിനിറ്റിൽ 70 തവണ ഇടിക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം 1 ലക്ഷം തവണയാണ് ഹാർട്ട് ഇടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് തുടങ്ങുന്നത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ വസിക്കുമ്പോൾ മുതലാണ്. ഈ മിടിപ്പ് വഴി ശരീരത്തിന്റെ 75 ട്രില്യൺ കോശങ്ങളിലേക്കും ഹൃദയം രക്തം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 60 വയസ്സ് വരെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഏകദേശം 10,000 ഓയിൽ ടാങ്കറുകളിൽ വഹിക്കപ്പെടുന്ന രക്തം വേണം അല്ലേ, ഇത് കണക്ക് കൂട്ടുകയാണെങ്കിൽ. ഇനി രക്തക്കുഴലിന്റെ കാര്യം എടുത്താലോ, ഒരു മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ നീളം 96,560 കിലോമീറ്റർ ആണെന്ന് പറയുന്നു. നമ്മുടെ ഭൂമിയുടെ ചുറ്റളവ് വെറും 40,075 കിലോമീറ്റർ ആണ്. അഥവാ ഒരൊറ്റ മനുഷ്യ ശരീരത്തിന്റെ രക്തക്കുഴലുകൾക്ക് തന്നെ ഭൂമിയേക്കാൾ 2 ഇരട്ടി വലിപ്പമുണ്ടെന്നർത്ഥം. എങ്കിലും 700 കോടി മനുഷ്യരുടെ രക്തസഞ്ചാരപാത ഒരുക്കിയ ആ മഹത് ശക്തി ആരാണ്? ഇത്ര ഉന്നതമായിട്ടുള്ള കഴിവുള്ള വ്യക്തി ആരാണ് അല്ലെ? ചിന്തിക്കേണ്ടതായിരിക്കണം. എന്തോ ഒരു ശക്തി ഇതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് അല്ലേ. ശ്വാസകോശം രക്തക്കുഴലുകളിൽ ഓക്സിജൻ എത്തിക്കലാണ് ധർമ്മം. കാഴ്ചയിൽ ഏതാനും സെന്റിമീറ്റർ മാത്രമേ ഇതുള്ളൂ. എന്നാൽ ശ്വാസകോശം തുറന്നാലോ ഒരു ടെന്നീസ് കോർട്ടിന്റെ വ്യാപ്തിയുണ്ട് അതിന്റെ ഉള്ളില്. ആരാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഒരു മൊട്ടുസൂചി പോലും സ്വയംഭൂ അല്ലെങ്കിൽ ഇതെല്ലാം ആകസ്മികമാണോ? ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി കിഡ്നിയുടെ കാര്യം എടുത്താലോ, രക്തക്കുഴലുകളിൽ മാലിന്യം എത്തുന്നത് തടയുന്നു. എല്ലാ ദിവസവും 180 ലിറ്റർ രക്തം അരിച്ചെടുക്കുന്നു. ആമാശയമാണെങ്കിൽ ദഹന പ്രക്രിയയാണ് അതിന്റെ ജോലി അല്ലെ. ദഹനത്തെ സഹായിക്കാൻ ശക്ത സംഹാരശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ ഇവിടെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ആസിഡുകൾക്ക് ഒരു ബ്ലേഡിനെ പോലും നശിപ്പിക്കാൻ കഴിയും. എന്നാൽ ആമാശയം ഇതിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഓരോ 3 ദിവസത്തിലും ഒരു പ്രത്യേക പാട പുതുതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു വ്യക്തിക്ക് തന്നെ അയാളുടെ ആയുസ്സിൽ എത്ര പാടകൾ പണിയണം ചിന്തിച്ചു നോക്കേണ്ടതാണ്. കോടിക്കണക്കിന് മനുഷ്യർക്ക് ഓരോ ദിവസവും ഇത് ചെയ്തു കൊടുക്കുന്ന ഈ സംരക്ഷക ആരാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്? ഇനി DNA എടുക്കാം. ഏറ്റവും വലിയ വിവരശേഖരമാണ് DNA എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിന്റെ കോടിക്കണക്കിന് കോശങ്ങൾ, ഓരോ കോശത്തിലും ഒരു DNA. ഓരോ DNAയിലും 1000 വോള്യം പുസ്തകങ്ങൾ, ഓരോ പുസ്തകത്തിലും ഓരോ ലക്ഷം പേജുകൾ. നഗ്ന നേത്ര ഗോചരമല്ലാത്ത ഈ ചെറു പ്രതലം ഇത്ര വിശാലമാക്കുന്ന ആ ശക്തി ആരാണ്? ആ ശക്തിയേക്കാൾ നമുക്ക് ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ ഈ ലോകത്ത് ആരുണ്ട്?
നമ്മൾ ചിന്തിക്കണം. നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ഓരോ നിമിഷവും കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ ഉടമസ്ഥത ആർക്കാണ്? ആ സൃഷ്ടാവിന് പറയുന്ന പേരാണ് പരാശക്തി, അല്ലേ? നമ്മളിപ്പോ ലളിതാ സഹസ്രനാമം പഞ്ചബ്രഹ്മ സ്വരൂപം കണ്ടപ്പോ ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്തിരിക്കുന്ന ആത്മാവിന്റെ പേരെന്താണ്? പരാശക്തി, അല്ലേ? ദൈവം നമ്മളെ ദൈവം എന്ന് വിളിക്കാം, ഈശ്വരൻ എന്ന് വിളിക്കാം, ശിവൻ എന്ന് വിളിക്കാം, വിഷ്ണു എന്ന് വിളിക്കാം. എന്ത് പേര് കൊടുത്താലും നമ്മൾ അമ്മയുടെ രൂപത്തിൽ കാണുന്നു, അല്ലേ? അമ്മയുമായിട്ടാണ് കുഞ്ഞിന് ബന്ധം. ആ ശക്തിയെ എണ്ണാൻ ശ്രമിക്കുന്നത്, ഇല്ലെങ്കിൽ അളക്കാൻ ശ്രമിക്കുന്നത്, അറിയാൻ ശ്രമിക്കുന്നത് കടലിലെ തിരമാലകളെ എണ്ണുന്നതിന് തുല്യമാണ്. ആർക്കും സാധ്യമല്ല എന്നർത്ഥം. അപ്പൊ ഈ ഒരു എന്താ പറയുക, തിരിച്ചറിവ്, ആ തിരിച്ചറിവിലൂടെ വേണം നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കാനായിട്ട്. കാരണം നമ്മൾ എത്ര പഠിച്ചാലും എത്ര അറിഞ്ഞാലും അത് ഈ ദേവിയെക്കുറിച്ച്, ഈ മഹാശക്തിയെക്കുറിച്ച് 1% പോലും നമുക്ക് അറിയാൻ സാധ്യമല്ല. പഞ്ചബ്രഹ്മസ്വരൂപങ്ങളായി, പഞ്ചബ്രഹ്മസ്വരൂപിണിയായിട്ട് പഞ്ചപ്രേതങ്ങളിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായി ഇതെല്ലാം പ്രവർത്തിക്കുന്ന ആ മഹാശക്തി, അല്ലെ? ഏത് കാര്യം എടുത്താലും അവിടെ സാന്നിധ്യം ഉണ്ടായാൽ മാത്രം പോരാ, കഴിവനുസരിച്ച് പ്രവർത്തിക്കണം, അല്ലെ? നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. പഞ്ചബ്രഹ്മങ്ങളുടെ സ്വരൂപം ധരിച്ചിരിക്കുന്ന ദേവി ഈ പ്രേതങ്ങളായിരുന്നു നേരത്തെ, അല്ലെ? പരമാത്മ ചൈതന്യം പ്രപഞ്ച കർത്തവ്യങ്ങളായിരിക്കുന്ന 5 രൂപങ്ങൾ ധരിച്ച് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഇതില് തിരോധാനത്തെയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. സൃഷ്ടി എന്ന ജന്മം, അതായത് ഇവിടെ കുറച്ചു കാലം നമ്മൾ സ്ഥിതി ചെയ്യണു, ഇവിടെ കുറച്ചു കാലം കഴിഞ്ഞ് വിഘടനം വരുന്നു പഞ്ചഭൂതങ്ങളുടെ, അങ്ങനെ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷപ്പെടുന്നതിനാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഈ 5 കർമ്മങ്ങളും ചാക്രികമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ പഞ്ചബ്രഹ്മാസന സ്ഥിതിയായിരിക്കുന്ന ദേവി മനുഷ്യന്റെ ഉള്ളിലെ പഞ്ചചക്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അറിഞ്ഞോണം. കാരണം ഇതിലെല്ലാം തന്നെ ഓജസ്സും തേജസ്സുമായിരിക്കുന്നത് ഈ അമ്മയുടെ, ഈ ദേവിയുടെ പ്രഭാവമാണ്. ഓരോന്നും അതിലെ ഓരോ നാമവും ആ ഒരു ലിപിയില് സമാനതകൾ ഉണ്ടെങ്കിലും അർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഞ്ചബ്രഹ്മാസന സ്ഥിത, പഞ്ചബ്രഹ്മസ്വരൂപിണി, പഞ്ചപ്രേതാസനാസീന എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും. പക്ഷെ പ്രേതങ്ങളായിരുന്ന, അല്ലെ, നശിച്ചു പോവേണ്ടതായിട്ട് ശക്തി ഇല്ലാതിരുന്ന, ജീവൻ ഇല്ലാതിരുന്ന വസ്തുക്കൾക്കെല്ലാം ആ ബ്രഹ്മ സ്വരൂപം കൊടുക്കുന്നത്, ഇല്ലേ, തേജസ് കൊടുക്കുന്നത് ഈ ശക്തി അതിൽ പ്രവേശിക്കുമ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പിണ്ടാണ്ടവും. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ എല്ലാം നാം നിറഞ്ഞു നിൽക്കും, ഇല്ലേ? അതുപോലെ തന്നെയാണ് പഞ്ചപ്രേതാസനായിരിക്കുന്ന ഈ ദേവി. പഞ്ചബ്രഹ്മസ്വരൂപിണിയാണ്, പഞ്ചബ്രഹ്മാസന സ്ഥിതിയാണ്. ഈ 3 നാമങ്ങളുടെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ തൊഴിൽശാലയിൽ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് ആ തൊഴിൽശാലയെ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് അർത്ഥം. നമ്മുടെ ശരീരം നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഫാക്ടറിയാണ്. എല്ലായിടത്തും പ്രധാന അധികാരിയുടെ കണ്ണെത്തിന്ന് വരില്ല. അത് തന്നെയാണ് പ്രപഞ്ചത്തിലും സംഭവിക്കുന്നത്. പ്രപഞ്ച ചൈതന്യം തന്റെ പ്രവർത്തനശാലയായിട്ട് ഓരോ പ്രതിപുരുഷനെയും വച്ചിട്ടുണ്ട്. സൃഷ്ടിക്ക് ബ്രഹ്മാവ്, സ്ഥിതിക്ക് വിഷ്ണു, സംഹാരം പിന്നെ രുദ്രൻ, തിരോധാനം ഈശ്വരൻ, അനുഗ്രഹം സദാശിവൻ. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു ചിട്ട അനുസരിച്ച് അതിന് രൂപം ഉണ്ടാക്കിയിരിക്കണം. ആദ്യം ബ്രഹ്മാവിനെ എടുക്കുകയാണെങ്കിൽ 5 തലകളും 4 കൈകളുമാണ് സങ്കല്പം, അല്ലെ? ബ്രഹ്മാവിന് ഇപ്പോ 4 തലകളെ ഉള്ളൂ എന്ന് പറയണു. ഈ പഞ്ചശിരസുകള് സൃഷ്ടിയുടെ പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്നിവരാണ്. പ്രാണൻ ഹൃദയത്തിലും, അപാനൻ ഗുദത്തിലും, സമാനൻ നാഭിയിലും, ഉദാനൻ ഖണ്ഡത്തിലും, വ്യാനൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചു കിടക്കുകയാണ്. ചുവപ്പ് നിറമാണ് പ്രാണന്. അപാനൻ ഇന്ദ്രനീലവും, സമാനൻ പാലിന്റെ നിറവും, സമാനന് വെളുപ്പ് കൂടിയ മഞ്ഞ നിറവും, ആ ഒരു പുഷ്യരാഗം പോലെ വ്യാനൻ എന്ന് പറയുന്നത് അഗ്നി നിറവുമാണ്. അപ്പൊ ഇതില് സർവ്വവ്യാപിയായിരിക്കുന്ന വ്യാനനെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുന്നത് ശിവനാണ് എന്ന തത്വമാണ് 5ാമത്തെ തലയുടെ തിരോധാനം കാണിക്കുന്നത്. കാരണം 4 ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒന്ന് സ്വതന്ത്രനാണെന്ന് അർത്ഥം. അതായത് ബ്രഹ്മാവിന്റെ 4 തലകള്, 4ാമത്തെ തല നമ്മുടെ അറിവാണ്. ഒരിക്കലും 3-ൽ കൂടുതൽ ശിരസുകള് നമുക്ക് പ്രത്യക്ഷ ദർശനം ആകുന്നില്ല. ബ്രഹ്മാവിന്റെ കയ്യില് മുന്നിലത്തെ കൈ ബുദ്ധിയും ആ ഒരു ആത്മവിശ്വാസവും, അതിലാണ് അക്ഷമാല സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അക്ഷമാലയിലെ മണികള് പ്രപഞ്ച തത്വങ്ങളാണ്. ഇനി ഇവിടത്തെ പുറകിലത്തെ ആ ഒരു കൈ ജ്ഞാനമാണ്. അതിൽ വേദമാകുന്ന ഗ്രന്ഥത്തെ പിടിച്ചിരിക്കണു. പിന്നിലെ കയ്യിൽ മനസ്സിനെ സൂചിപ്പിക്കുന്ന താമരപ്പൂവിനെ വെച്ചിരിക്കണു. ഒന്നിലും ശോഭിക്കാതെ മനസ്സാകുന്ന താമരപ്പൂവ്.
മറ്റേ കയ്യില് ബോധമാകുന്ന കമണ്ടല് സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ഭൂമിയും ജലത്തെയും ആ ഒരു മറക്കാതെ സദാ തന്റെ അസ്തിത്വത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ്. ഇനി വിഷ്ണുവിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സഹസ്രാക്ഷരം സഹസ്രപാദവും ആയിരിക്കുന്ന പ്രകൃതിയാണ് വിഷ്ണു. അത് പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട്. സൂര്യനില്ലെങ്കിൽ പ്രകൃതി കൃഷ്ണവർണ്ണമാണ്, അല്ലെ? വലത് കൈ സംരക്ഷണമാണ് ഭഗവാന്റെ. അതുകൊണ്ടാണ് ആ കയ്യിൽ ഗദ സൂക്ഷിച്ചിരിക്കുന്നത്. ശക്തിയുടെ മകുടമാണ് ഗദ. പുറകിലത്തെ കയ്യിൽ സുദർശന ചക്രമുണ്ട്, അത് ചിത്തത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത കയ്യില് ആ ഒരു പാഞ്ചജന്യം എന്നത് ശംഖ്, വൃദ്ധിയെ സൂചിപ്പിക്കുന്നു. പഞ്ചതത്വങ്ങളെയാണ് പാഞ്ചജന്യം സൂചിപ്പിക്കുന്നത്. ആ മുമ്പിലെ ഇടത്തെ കയ്യിൽ താമര സൂചിപ്പിക്കുന്നു. മാറിലെ കൗസ്തുഭം, അത് ആത്മദീപ സ്വരൂപത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി രുദ്രഭാവം എടുക്കുകയാണെങ്കിൽ അനവധി ഭാവത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈശ്വരൻ എന്നത് ധ്യാന സ്വരൂപമായ സമാധി അവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. ജീവശരീരങ്ങളെ സമാധി അവസ്ഥയിലാണ് വിഘടിക്കുന്നത്. സദാശിവൻ തിരോധാന തത്വമാണ്, മോക്ഷമാണിത്. ആകാശമാണ് സദാശിവ തത്വം. അതുകൊണ്ട് ശൂന്യതയാണ് സദാശിവന്റെ ആ ഒരു മുഖം. അപ്പൊ ആകാശത്തിലെല്ലാം മൂലകങ്ങളും ലയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥൂലത്തിലുള്ള പഞ്ചശിരസുകളും 10 കൈകളും ആയുധങ്ങളുമായിട്ട് താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നതാണ് സദാശിവന്റെ രൂപം. സദ്യോജാതൻ, തത്പുരുഷൻ, അഘോരൻ, വാമദേവൻ, ഈശാനം, ഈ പഞ്ചശിരസുകൾ. ഈ പഞ്ചമുഖങ്ങളിൽ നിന്നാണ് പഞ്ചകർമ്മങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ യഥാക്രമം പഞ്ചബ്രഹ്മങ്ങളിലേക്ക് പോകുന്നത്. അപ്പോ സദാശിവൻ പഞ്ചബ്രഹ്മസ്വരൂപൻ തന്നെയാണ്. നമ്മളൊരു ഫാക്ടറിയില് MD-യില് അദ്ദേഹത്തിനാണ് ഏറ്റവും പ്രധാന സ്ഥാനം, അല്ലേ? നമ്മള് എല്ലാത്തിന്റെയും ഡയറക്ടർ എന്ന് പറയും. അപ്പൊ പ്രപഞ്ച സൃഷ്ടിയിലേക്ക് പോകുമ്പോൾ ശൂന്യം, അവ്യക്തം, ഹിരണ്യഗർഭം, വിരാട്, ഈ അവസ്ഥകളിലൂടെയാണ് പ്രപഞ്ചം രൂപപ്പെടുന്നത്. അപ്പൊ ഇതിനൊക്കെ ആധാരവും ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുമാണ് ദേവീ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോ വിശ്വപ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും ശക്തി ആവാസം തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ശക്തി ഉപാസകൻ എന്ന് പറയുന്നത്. ജീവകുലവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയാല് പ്രപഞ്ചം, പ്രകൃതി, ആൺ, പെൺ, തലമുറ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ പ്രപഞ്ചവും പ്രകൃതിയുമാണ് ശിവശക്തികളായിട്ട് നമ്മൾ പറയുന്നത്. ഇതിൽ അവരുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഉടലെടുക്കുന്നുള്ളൂ. ഇനി മനുഷ്യന് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ പുരുഷൻ, സ്ത്രീ, പാർപ്പിടം, കുടുംബം, കുട്ടികൾ, ഇവയെല്ലാം തന്നെ പഞ്ചതത്വം വരുന്നുണ്ട്. ഈ നാമത്തില് കാമേശ്വരി സൃഷ്ടിയുടെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് വിടകൊള്ളുകയാണ്. അടുത്ത നാമം മുതൽ ആ ഒരു സൃഷ്ടി നടത്തുന്നത്, അതായത് നാമസൃഷ്ടി നടത്തുന്നത് വാഗ്ദേവതയായ മോദിനിയാണ്. അക്ഷരമാലയിലെ ചവർഗത്തിന്റെ അധിപതിയാണ് മോദിനി. ഈ ദേവി മോഹിനി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ദേവി പരബ്രഹ്മ സ്വരൂപിണിയാണ് എന്ന് സ്ഥാപിക്കുന്ന നാമമാണിത്. പഞ്ചപ്രേതാസനാസീന, പഞ്ചബ്രഹ്മ സ്വരൂപിണി, ഈ 2 നാമങ്ങളും ചേർത്ത് വായിക്കേണ്ടതാണ് നമ്മൾ. കാരണം ഇത് നന്നായിട്ട് അറിഞ്ഞെങ്കിലേ നമുക്ക് ദേവിയെ അറിയാൻ പറ്റൂ. ഈ കോസ്മിക് ക്രിയേഷൻ ആണ് ആ നാമങ്ങൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ബ്രഹ്മത്തിന്റെ 5 പ്രധാന കർമ്മങ്ങളാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നത്. 5 കർമ്മങ്ങൾ, ദേവിയുടെ 5 കർമ്മങ്ങളാണ് കാണിക്കുന്നത്. ദേവി തന്റെ 5 ശക്തികളായിട്ട് ശക്തികളിലൂടെ ഇത് നിർവഹിക്കണം. ഏത് ഈശ്വരന്റെ നാമരൂപങ്ങളും ബ്രഹ്മത്തിന്റെ തന്നെയാണ്. അപ്പൊ നാമരൂപങ്ങൾ ഇല്ലാത്ത ബ്രഹ്മം വിവിധ ഈശ്വര സങ്കല്പങ്ങള്, യോഗിനികള്, ദേവി ദേവന്മാര്, മന്ത്രിമാര് എന്നൊക്കെ പറയുമ്പോൾ പ്രപഞ്ച ചലനത്തിന് ആവശ്യമായ ശക്തി വിശേഷങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് തന്നെ പ്രകൃതി എന്ന ലളിതാദേവി കാണപ്പെടുന്ന ഈ പഞ്ചഭൂതീകൃതങ്ങളായി ആയിട്ട് മാറുന്നത്. ഈ പഞ്ചകൃത്യങ്ങൾ നടത്തുന്നത് ഒരു ചാക്രിക രൂപത്തിലാണ്, ചക്രം പോലെ. സൃഷ്ടി എന്നാൽ വളരെ വിശാലമായത് ഒരു സത്യമാണ്. ഒരു മനുഷ്യന്റെ മാത്രം സൃഷ്ടി അല്ല ഇത്. സ്ഥിതി എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംരക്ഷണമാണ്. 84 ലക്ഷം തരത്തിലുള്ള ജീവയോനികൾ എല്ലാം പ്രപഞ്ചത്തെ സംബന്ധിച്ച് നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യം നടക്കുന്നത് പഞ്ചഭൂത സൃഷ്ടിയാണെന്ന് നമ്മൾ കണ്ടു, അല്ലെ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ എവല്യൂഷനാണ് പതുക്കെ ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പൊ ഈ ഒരു എവല്യൂഷൻ ഫിസിക്കലും സട്ടിൽ പ്ലെയിൻസിലും നടക്കുന്നുണ്ട്. ഈ ഹയസ്റ്റ് ഫോം ഓഫ് ഗ്രോസ് എവല്യൂഷൻ എന്നത് മനുഷ്യനും, സട്ടിലായത് അവന്റെ മനസ്സുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രപഞ്ചത്തെ ആ ഒരു ബ്രഹ്മാവ് തന്നെയാണ്, ബ്രഹ്മൻ അതായത് തന്നെയാണ് പാലിക്കുന്നത്. ഈ പ്രകൃതിയിലെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് എല്ലാ ജീവികൾക്കും അവരുടെ ഫിസിക്കൽ ഫോം ഉപേക്ഷിക്കാൻ സാധിക്കും. ആത്മാവാണ് ഫിസിക്കൽ ബോഡി എന്ന സ്ഥൂല ശരീരം ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ഉണ്ടാക്കുന്ന അല്ലിത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരന്റെ ഭാഗം,
മുഴുവനുമായിരിക്കുന്നതിൽ നിന്ന് ഒരു തുള്ളി, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മാവിനെ നമ്മള് ആ ഒരു എന്താ പറയുക കൈനറ്റിക് എനർജി എന്ന് പറയണു. ഈ ആത്മാവ് ഉണ്ടായിരിക്കുന്നത് ഹിരണ്യഗർഭം അഥവാ ഗോൾഡൻ എഗ്ഗിൽ നിന്നാണെന്ന് നമ്മൾ കണ്ടു. ഇതിനെ ഗോൾഡൻ എഗ്ഗ് അഥവാ ഹിരണ്യഗർഭം എന്ന് പറയാൻ കാരണം ഇത് സൃഷ്ടിയുടെ ആദ്യത്തെ വിത്ത് അല്ലെങ്കിൽ സീഡ് അത് ജലത്തിൽ നിക്ഷേപിച്ച്, അതാണ് ബ്രഹ്മന്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ വിത്ത് ഒരു സ്വർണ്ണ മുട്ടയായി സൂര്യനെ പോലെ പ്രകാശിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇതാണ് ബ്രഹ്മാവ് സൃഷ്ടികാരകനാണ് എന്ന് പറയാൻ കാരണം. അപ്പൊ ബ്രഹ്മത്തിന്റെ ആദ്യ പ്രകൃതമായിരിക്കുന്ന ആ ഒരു ബ്രഹ്മാവ് അതിൽ നിന്ന് ആദ്യം പ്രകടമായ രൂപമാണിത്. ഇതിനെയാണ് നമ്മൾ നാലാമത്തെ കൃത്യമായിരിക്കുന്ന തിരോധാനം അഥവാ മറയ്ക്കൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ആക്ട് ഓഫ് കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാല് ആ ഒരു മറച്ചു പിടിച്ച്, അതായത് ഗ്രേറ്റ് ഡിസൊല്യൂഷൻ എന്ന് പറയാം, സംഹാരം, വിഘടനം, ഇതെല്ലാം ഒന്നല്ല. കാരണം ഡിസ്ട്രക്ഷൻ അനിഹിലേഷൻ എന്ന് പറയുന്നത് വേറെയാണ്. അപ്പൊ ഡിസ്ട്രക്ഷൻ എന്നാൽ ഒന്നിന്റെ നാശം എന്നല്ല അതിന്റെ അർത്ഥം. അനിഹിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മം എല്ലാറ്റിനെയും ഉണ്ടാക്കിയതിനെല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുക എന്നതാണ്. അപ്പൊ ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തോടു കൂടി ഈ പഞ്ചബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ സ്വരൂപത്തെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോ ആ ദേവി ചിന്മയിയാണെന്ന് കണ്ടു, പരമാനന്ദയാണെന്ന് കണ്ടു, വിജ്ഞാന ഘനരൂപിണിയാണെന്ന് കണ്ടു, ധ്യാനത്യാതൃധേയ രൂപ, ധർമാധർമ്മ വിവർജിത, വിശ്വരൂപ, ജാഗരണി. ഇപ്പൊ വിശ്വരൂപ എന്നുള്ള നാമം, അല്ലെ? അവിടെയാണ് നമ്മൾ കഴിഞ്ഞവണ നിർത്തിയത്. അടുത്തത് ജാഗരണി, 257 നാമമാണ്. ഉണർന്നിരിക്കുന്നവൾ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾ എല്ലാ ജീവികൾക്കും സാമാന്യമായിട്ടുണ്ട്. അപ്പൊ ജാഗരത്തോട് കൂടിയവൾ അല്ലെങ്കിൽ ജാഗരത്തോട് കൂടിയവൻ, ജാഗരി, വിശ്വൻ എന്ന് മുൻപ് പറഞ്ഞ നമ്മൾ സ്ഥൂല ശരീര ദേഹാഭിമാനിയായിരിക്കുന്ന ജീവൻ, ആ വിശ്വനിൽ നിന്ന് ഭിന്നെ അല്ലാത്തവൾ. അപ്പോ ജാഗര ശബ്ദത്തിന് ഉടുപ്പ്, കവചം എന്നൊക്കെ അർത്ഥമുണ്ട്. സദാ ശരീരത്തെ സംരക്ഷിക്കുന്ന എന്നാണ് അതിന്റെ ആശയം. അപ്പൊ സർവപ്രപഞ്ചങ്ങൾക്കും കവചമായിട്ട് സദാ രക്ഷിക്കുന്നവൾ എന്ന് നമുക്കതിന് വ്യാഖ്യാനം എടുക്കണം. കാരണം ഈ പറഞ്ഞ കാവൽക്കാരെന്താ ചെയ്യുന്നത്? എപ്പോഴും ഉറങ്ങാതിരിക്കുന്നു, അല്ലെ? അതുപോലെ ദേവി സദാ ഉണർന്നിരിക്കുന്നവളാണ്, ജാഗ്രത അവസ്ഥയുടെ അധിപതിയാണ്. ജാഗ്രത എന്ന് പറഞ്ഞാല് ശരിക്കും ഉണർന്നിരിക്കുന്നത് എന്നർത്ഥം. ജീവികളുടെ 3 അവസ്ഥകൾ നമ്മൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയെ കുറിച്ചാണ് ഈ നാമം പറയുന്നത്. അതായത് 263 നാമം വരെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ദേവി ജാഗ്രത സ്വരൂപത്തിലാണ് ജീവികളിൽ വർത്തിക്കുന്നത്. ഇപ്പൊ ശിവസൂത്രം പറയുന്നത് ജ്ഞാനം ജാഗ്രത. ഈ ജാഗ്രതാവസ്ഥ ഇങ്ങനെയും വിശേഷിപ്പിക്കാം: ദ നോളജ് ഒബ്റ്റെയിൻ ബൈ കോൺഷ്യസ്നസ് ബൈ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദി എക്സ്റ്റേണൽ ഓബ്ജക്ട്സ്. ഇപ്പൊ നമ്മുടെ മനസ്സ് അഥവാ ബോധം ബാഹ്യവസ്തുക്കളുമായിട്ടുള്ള ബന്ധം കൊണ്ട് കിട്ടുന്ന അറിവിന്റെ അവസ്ഥ. ഇവിടെ ജ്ഞാതാവ് അഥവാ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മനസ്സും ജ്ഞേയം എന്നത് ഓബ്ജക്റ്റ്, ഈ ലൗകിക പ്രപഞ്ചവുമാണ്. ഇപ്പൊ മെറ്റീരിയൽ വേൾഡ്, അല്ലേ? അപ്പൊ അറിവ് കിട്ടുന്ന വഴിയോ ഇന്ദ്രിയങ്ങള്, സെൻസറി ഓർഗൻസ്. ഇപ്പൊ കഴിഞ്ഞ നാമത്തില് ദേവി വിശ്വരൂപയായിരുന്നു. ഈ വിശ്വരൂപയായിരിക്കുന്ന ദേവി ജീവനുള്ളവയില് ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് എന്താണ്? ജാഗരണി, സ്വപന്തി, സ്വപ്നാവസ്ഥ. അപ്പൊ ജാഗ്രത കഴിഞ്ഞ അടുത്ത നമ്മുടെ അവസ്ഥ എന്താണ്? സ്വപ്നാവസ്ഥയാണ്, ഇല്ലേ? അപ്പൊ സ്വപന്തി, ഉറക്കത്തിന്റെ അവസ്ഥ, അല്ലെ? ആ ഉറക്കത്തിന്റെ ഒരവസ്ഥയാണ് നമ്മൾ സ്വാപം. അപ്പൊ ആ അവസ്ഥയിൽ ഉള്ളവൾ. ഉറക്കത്തില് മനസ്സിന്റെ ഒരു തലം മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്പഷ്ടമായിട്ട് കാണുന്നത് പോലെ തോന്നുന്ന സൃഷ്ടികളെയാണ് നമ്മൾ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്ഥൂല ശരീര അഭിമാനിയായ ജീവനെ നമ്മൾ വിശ്വനെന്ന് മുമ്പ് കണ്ടു. അപ്പൊ സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. സൂക്ഷ്മ ശരീര അഭിമാനിയായിരിക്കുന്ന ജീവന്റെ പേരാണ് സ്വപൻ. അങ്ങനെയാണ് പറയുന്നത്. സ്വപൻ എന്ന ജീവനിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ, അതാണ് സ്വപന്തി. ഇപ്പൊ സ്വപ്നാവസ്ഥയുടെ അധിപതിയായിരിക്കുന്നവൾ. അപ്പൊ 4 അവസ്ഥ: ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. തുരിയ നമുക്കറിയില്ല. തുരിയാതീത എന്ന് പറയുന്ന നാമവും നമുക്കറിയില്ല. അപ്പൊ ഈ 4 അവസ്ഥകളിൽ ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. സ്വപ്നം എന്ന് പറയുന്നത് നിദ്രാവസ്ഥയാണ്. സുഷുപ്തി ഗാഠമായ നിദ്ര അല്ലെങ്കിൽ സുപ്തം എന്ന അവസ്ഥ. തുരീയം എന്ന് പറഞ്ഞാൽ ബോധം വികസിച്ച അവസ്ഥ, അതായത് യോഗികളുടെ അവസ്ഥ, ഇല്ലേ? അപ്പോ ദേവിയുടെ സ്വപ്നാവസ്ഥയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ സ്വപ്നാവസ്ഥയില് ശരിക്കും പറഞ്ഞാല് REM എന്ന് പറയുന്ന റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉണ്ടായിരിക്കും എന്ന് പറയണു.
പക്ഷെ താരതമ്യേന കുറവായിരിക്കും. ബാഹ്യ വസ്തുക്കളിൽ നിന്ന് ലഭിച്ച അറിവുകൾ മനസ്സിൽ എത്തിക്കഴിഞ്ഞു, അല്ലെ? നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇത് മനസ്സിൽ പാടുകൾ, അതായത് ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നു. ഈ സ്വപ്നാവസ്ഥയായിട്ട് നമ്മൾ ആ ഒരു ഇംപ്രഷൻസ് ആണ് സ്വപ്നങ്ങളായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. സ്വപ്നം എന്നത് വേറൊന്നുമല്ല, മനസ്സിന്റെ ആവർത്തിച്ചുള്ള മനനം അഥവാ ചിന്തകള്, പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങള് ഈ ജന്മത്തിൽ മാത്രമല്ല കഴിഞ്ഞ ജന്മത്തിലെയും കൂടെ ഉണ്ട്. അതുകൊണ്ട് സ്വപ്നങ്ങളെ നമ്മൾ സൈക്യാട്രിയില് ശരിക്കും കണ്ടംപ്ലേഷൻ ഓഫ് മൈൻഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ സ്വപ്നം എന്നത് ചിന്തകളുടെ ഒരു കലവറയാണ്. അനേക വർഷങ്ങളിലൂടെ അനേക ജന്മങ്ങളിലൂടെ ഉണ്ടാക്കിയ ചിന്തകളുടെ, ആഗ്രഹങ്ങളുടെ, വിദ്വേഷങ്ങളുടെ ഒക്കെ ഒരു കലവറ. ഇതില് പ്രായോഗികമായിട്ടൊന്നും ഇല്ല. പ്രത്യേകിച്ച് സ്വപ്നത്തിന് ഒരു റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിന്തകള് മാത്രമാണ്, കർമ്മമായിട്ടില്ല. ഇപ്പൊ ഇംപ്രഷൻസ് മനസ്സിൽ ഉണ്ടാക്കിയത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഈ ചിന്തകള് മനോമണ്ഡലത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് ഈ സമയത്ത് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ഒന്നിനും ബാഹ്യവസ്തുക്കളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കാരണം കർമ്മേന്ദ്രിയങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഈ അവസ്ഥയിലെ ബോധതലം എന്നത് ജാഗ്രത അവസ്ഥയിൽ ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം. ഇതിനെ നമ്മൾ ബുദ്ധിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 99% സ്വപ്നങ്ങളും നമ്മൾ അറിയുന്നവയെ കുറിച്ചായിരിക്കും ഈ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. ഇപ്പൊ മനസ്സിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഗ്രോസിൽ നിന്ന് സട്ടിൽ തലത്തിലേക്കുള്ള തുടക്കമാണിത്. അപ്പൊ മനസ്സ് ആ ഒരു സ്വപ്നാവസ്ഥയില് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നില്ല. വളരെ പാസീവായിട്ടാണ്, ഒരു സാക്ഷി മാത്രമായിട്ട് ഈ സ്വപ്നാവസ്ഥയെ കാണുന്നു എന്നർത്ഥം. ശരിക്കും ഒരു ജ്ഞാനി ഈ അവസ്ഥയാണ് ജാഗ്രത അവസ്ഥയിൽ കൈക്കൊള്ളേണ്ടത്. ലൗകികമായിട്ട് ഒന്നും തന്നെ ബാധിക്കാതെ ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുന്നവന് പതുക്കെ മനസ്സിന്റെ പിടിയിൽ നിന്ന്, അതായത് ഇംപ്രഷൻസിൽ നിന്ന് വിടാൻ സാധിക്കും. ഇതാണ് ആത്മജ്ഞാനത്തിന് ഒരു മുഖ്യ വഴി. ഇപ്പൊ നമ്മള് ആ ഒരു എന്താ പറയാ, ഈ ദേവി തന്നെയാണ് ഈ വഴിയായിരിക്കുന്നതും വഴി കാണിച്ചു തരുന്നതും കടത്തിവിടുന്നതും എല്ലാം. അതുകൊണ്ടാണ് ദേവിക്ക് സ്വപന്തികാത്മികായേ നമ. ഈ ദേവി തന്നെയാണെന്ന് പറയണം. അപ്പൊ അടുത്തതും എന്താണ്? നമ്മളിപ്പോ നമ്മുടെ അവസ്ഥകളുടെ പല തലത്തിലൂടെ കടന്നു പോവുകയാണ്. അടുത്തത് തൈജസാത്മിക. അപ്പൊ തൈജസനിൽ നിറഞ്ഞു നിൽക്കുന്നവൾ. വിശ്വൻ ജീവാത്മ ചൈതന്യാണെന്ന് കണ്ടു. തൈജസൻ എന്ന് പറയുന്നത് ശരീരത്തിലെ പ്രാണോർജ ക്രിയയുടെ ആകത്തുകയാണ്. പ്രാജ്ഞൻ, ആത്മാവിന്റെ ആ ഒരു ജ്ഞാനശക്തിയാകുന്ന തേജസ് അഥവാ അഗ്നി. അപ്പോ സ്വപന്തി തൈജസാത്മിക. അപ്പൊ മുൻ നാമത്തിൽ പറഞ്ഞ സ്വപ്നം, അതായത് സ്വപന, അപ്പൊ തൈജസൻ എന്ന പേര് വരുന്നുണ്ട്. അപ്പൊ തൈജസൻ എന്ന സൂക്ഷ്മ ശരീര അഭിമാനിയായിരിക്കുന്ന ജീവൻ താൻ തന്നെയാണ് എന്ന് ആയവൾ. അപ്പൊ തേജസ് എന്നതിന് പ്രകാശം, പ്രഭാവം എന്നെല്ലാം അർത്ഥമെടുക്കണം. തേജസ്സിനെ സംബന്ധിച്ചാണ് തൈജസം എന്നുള്ള വാക്ക് വന്നത്. അപ്പൊ തേജോ സംബന്ധിയായിരിക്കുന്ന ആത്മപ്രഭാവമുള്ളവൾ എന്നർത്ഥം. അപ്പൊ എല്ലാ പ്രകാശവും തേജസ്സും ദേവീ സ്വരൂപങ്ങൾ തന്നെയാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ്. അപ്പൊ പദാർത്ഥ നിഷ്ഠമായിരിക്കുന്ന നാമം ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാർത്ഥകമാക്കുകയാണ് ദേവി. അപ്പൊ ജീവാത്മാവ് സ്വപ്നാവസ്ഥയിൽ ഇരുന്ന തലം കഴിഞ്ഞ നാമത്തിൽ നമ്മൾ സ്വപന്തിയിൽ കണ്ടു, അല്ലെ? ഈ അവസ്ഥയെ തൈജസ എന്ന് പറഞ്ഞാല് തൈജസാത്മിക, ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരത്തില് അഥവാ ഗ്രോസ് ബോഡിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാല് സ്വപ്നാവസ്ഥയിലാണ് ആണെങ്കിൽ സട്ടിൽ ബോഡി, അതായത് സൂക്ഷ്മ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. തൈജസം എന്ന അവസ്ഥ ഉണ്ടാകുന്നത് അഹങ്കാരത്തിന്റെ ഇമ്പൾസസും ഇന്ദ്രിയങ്ങളും പ്രാണനും കൂടി ചേർന്നിട്ടാണ്. ഈ സമയം കോൺഷ്യസ്നെസ് അകത്തോട്ട് തിരിഞ്ഞ് ആ സ്വപ്ന അവസ്ഥയെ ആസ്വദിക്കുന്നുണ്ട്. ഇത് സട്ടിൽ ബോഡിയുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ ശരീരം ഹിരണ്യഗർഭാവസ്ഥയിലാണെന്ന് പറയാം. അപ്പൊ എല്ലാ സൂക്ഷ്മ ശരീരങ്ങളുടെയും ആകത്തുകയാണ് ഹിരണ്യഗർഭം എന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ഇപ്പൊ ജീവബോധം സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് സട്ടിൽ ബോഡിയുമായിട്ട് ചേരണം. അങ്ങനെയാണ് ജാഗ്രത അവസ്ഥ പോയിട്ട് സ്വപ്നാവസ്ഥ സംജാതമാകുന്നത്. ഈ തലത്തില് ബോധം എന്നത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ 4 തലങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ അന്ധകരണ ചതുഷ്ടയം എന്ന് പറയുന്നത്. തൈജസം എന്ന വാക്ക് തേജോമയം, അത് ആ വാക്കിൽ നിന്ന് വന്നതാണ്. പ്രകാശം, തെളിച്ചം, ബ്രില്യന്റ്, പ്രഭാപൂരിതം എന്നൊക്കെ നമുക്കിതിന് അർത്ഥം പറയാം. ദേവി ഈ തലത്തില് ആവിർഭവിക്കുന്നു എന്നർത്ഥം.
അടുത്ത നാമവും ഇതിനോട് ചേർന്ന നാമം തന്നെയാണ് സുപ്ത. സുപ്ത എന്ന് പറഞ്ഞാൽ സുഷുപ്തിയുടെ അധിപയായിട്ടിരിക്കുന്നവൾ. സുഷുപ്തി എന്ന് പറഞ്ഞാൽ സുപ്ത, അതായത് ഗാഠനിദ്രയുടെ അവസ്ഥ. അടുത്തത് പ്രാജ്ഞാത്മിക, തുര്യ, സർവാവസ്ഥ വിവർജിത. ഇതെല്ലാം തന്നെ നമ്മുടെ ആ ബോധത്തിന്റെ പല തലങ്ങളെയാണ് പറയുന്നത്. ഇപ്പൊ സുപ്ത എന്ന് പറഞ്ഞാല് ഉറങ്ങുന്നവൾ എന്ന പദാർത്ഥം പറയാം നമുക്ക്. കഴിഞ്ഞ 3 നാമങ്ങളിൽ ജീവന്റെ 2 അവസ്ഥകൾ സൂചിപ്പിച്ചു, ഉണർന്നിരിക്കുന്നതും സ്വപ്നാവസ്ഥയിലും ഉള്ളത്. ഇപ്പൊ ഉണർന്നിരിക്കുന്ന സ്ഥിതിയിൽ സ്ഥൂല ശരീര അഭിമാനിയായിരിക്കുന്ന ജീവനും സ്വപ്നാവസ്ഥയില് സൂക്ഷ്മ ശരീര അഭിമാനിയായിരിക്കുന്ന സ്വപൻ അഥവാ തൈജസൻ എന്ന ജീവനും പ്രവർത്തിക്കണു. അപ്പൊ സുഷുപ്തി എന്ന ഗാഠനിദ്രയിലോ അതിന് കാരണം ശരീര അഭിമാനിയായിരിക്കുന്ന ജീവൻ തന്നെയാണ്, അല്ലെ? അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ ജീവന് പ്രാജ്ഞൻ എന്ന പേര്. അപ്പൊ പ്രാജ്ഞനിൽ നിന്ന് ആകാത്തത് കൊണ്ട് സുപ്ത എന്ന് ദേവിക്ക് നാമം. അപ്പോ സുപ്ത എന്ന്, അപ്പൊ ഓരോ വ്യക്തി ജീവിതത്തിലെ ആ 3 അന്ധകരണങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ സുഷുപ്തി എന്നത്. ഇപ്പൊ ഇതിനെ നമ്മൾ സ്റ്റേറ്റ് ഓഫ് ഡീപ്പ് സ്ലീപ്പ് എന്നോ സ്റ്റേറ്റ് ഓഫ് അൺകോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം. അപ്പൊ ഈ സുഷുപ്തി അവസ്ഥയില് ആ വ്യക്തിക്ക് തന്റെ ചുറ്റുമുള്ള യാതൊന്നും അറിയാൻ സാധ്യമല്ല. ഈ അവസ്ഥയില് മനസ്സ് ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. ഇപ്പൊ നേരത്തെ കണ്ട സ്വപ്നാവസ്ഥയോ ജാഗ്രതാവസ്ഥയോ ഇവിടെ ഇല്ല. ഈ അവസ്ഥയിൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന കൃഷ്ണമണിയുടെ ചലനം പൂർണ്ണമായിട്ട് ഇല്ലാതാകുകയോ വളരെ കുറച്ചു മാത്രം അനുഭവപ്പെടുകയോ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ സൂക്ഷ്മ ശരീരവും റെസ്റ്റിലാണ്. ഇപ്പൊ ദേവി ഈ അവസ്ഥയിലും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. ദേവിയുടെ ആ ഒരു സർവ്വവ്യാപിത്വത്തിന്റെ തെളിവാണിത്. അപ്പൊ അടുത്തത് ദേവിയുടെ എന്താണ് അടുത്ത നാമം? പ്രാജ്ഞാത്മിക. പ്രാജ്ഞനിൽ നിറഞ്ഞു നിൽപ്പവൾ. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാല് ജ്ഞാനശക്തിയുടെ ഭാവം, ആത്മാവിന്റെ ജ്ഞാനശക്തി. അപ്പോ എന്താണ് ഈ പ്രാജ്ഞാത്മിക? പ്രാജ്ഞൻ എന്ന് പറഞ്ഞാല് പ്രാജ്ഞൻ തന്നെ സ്വരൂപമായിട്ടിരിക്കുന്നവളാണ് പ്രാജ്ഞാത്മിക. അപ്പൊ തൊട്ടു മുമ്പുള്ള നാമങ്ങളുടെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ച പോലെ ഈ നമ്മുടെ ശരീരമാകുന്ന പഞ്ചരത്തിൽ കുടുങ്ങിയ ജീവന് സ്ഥൂല ശരീര ബോധത്തോടു കൂടിയ പ്രവർത്തനവും സ്വപ്നാവസ്ഥയിലുള്ള പ്രവർത്തനവും സുഷുപ്തി അവസ്ഥയിലുള്ള പ്രവർത്തനവും ഉണ്ടെന്ന് നമ്മൾ കണ്ടു, അല്ലേ? ഇപ്പൊ സ്ഥൂല ശരീരാഭിമാനിയായിരിക്കുന്ന ജീവൻ ജാഗ്രതത്തിലും സൂക്ഷ്മ ശരീര അഭിമാനിയായിരിക്കുന്ന ജീവൻ സ്വപ്നത്തിലും പ്രവർത്തിക്കണു. അപ്പൊ സ്വപ്നത്തില് സൂക്ഷ്മ ശരീരഭാഗങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മിക്കവാറും ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ ജീവാത്മാവിന്റെ പ്രവർത്തനത്തിന് പഞ്ചപ്രാണനുകളും മനസ്സും സഹായിക്കുന്നുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തന ശക്തി ഉള്ളവയാണെങ്കിൽ കൂടി വിശ്രമിക്കുകയായിരിക്കും. ഈ അവസ്ഥയിലാണ് സൂക്ഷ്മ ശരീര അഭിമാനിയായിരിക്കുന്ന ജീവൻ സ്വപ്ന ഭാവനകൾ സൃഷ്ടിക്കുന്നത്. സുഷുപ്തി എന്നുള്ള അവസ്ഥ അതിലാവുമ്പോഴോ ആ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ വിശ്രമിക്കണു. ആ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന സ്ഥൂല ശരീരവും ജീവാത്മാവിന്റെ സഹായികളായിരിക്കുന്ന പഞ്ചപ്രാണനുകളും മനസ്സും ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും വിശ്രമിക്കുകയും ആ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കാരണമായിരിക്കുന്ന കാരണ ശരീരം പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ കാരണ ശരീര അഭിമാനിയായിരിക്കുന്ന ജീവനെയാണ് നമ്മൾ പ്രാജ്ഞൻ എന്ന് വിളിക്കുന്നത്. അപ്പോ വിശ്വൻ, സ്വപൻ എന്നിവര് ദേവീ സ്വരൂപങ്ങളാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പ്രാജ്ഞനും ദേവീ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് പ്രാജ്ഞാത്മിക. ഇപ്പൊ പ്രാജ്ഞൻ എന്ന പദത്തിന് ബുദ്ധിയുള്ളവൻ, അറിവുള്ളവൻ, ആ ലൗകികവും പാരത്രികവുമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവൻ എന്ന് നമ്മൾ സാമാന്യ വ്യവഹാരത്തിൽ അർത്ഥം പറയാം. പ്രജ്ഞ ദേവീ രൂപമാണ്. പ്രാജ്ഞനുമായിക്ക് ദേവിക്ക് അഭേദം കൽപ്പിക്കുന്നത് കൊണ്ട് ഈ നാമത്തിന് അത് വ്യാവഹാരികമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? ഇപ്പൊ പ്രാജ്ഞനിൽ നിറഞ്ഞു നിൽക്കുന്നവൻ എന്നാണ് ഇപ്പം അതിന്റെ അർത്ഥം. അപ്പൊ ഈ സുഷുപ്തി അവസ്ഥയിലെ ദേവിയാണ് നമ്മളെ പ്രാജ്ഞാത്മിക എന്ന് പറയുന്നത്. ഡീപ്പ് സ്ലീപ്പ് അഥവാ സുഷുപ്തി അവസ്ഥ. ഇപ്പൊ എല്ലാ നാമങ്ങളും ചേർന്നിരിക്കുന്നു, ബന്ധപ്പെട്ടതാണിത്. പ്രജ്ഞ എന്നാൽ ജീവാത്മാവിന്റെ സൂക്ഷ്മ ശരീരത്തിൽ വെളിപ്പെടുന്നതാണ്. മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ സോൾ ഇൻ ദ കോസൽ ബോഡി, അല്ലെ? ഈ സമയത്താണ് ബ്രഹ്മവുമായിട്ട് എല്ലാ സൂക്ഷ്മ ശരീരത്തിന്റെയും മുഴുവൻ ചേർന്നിരിക്കുന്നതാണ് ബ്രഹ്മം. ഈ ബ്രഹ്മം എന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാല് ദി ആഗ്രിഗേറ്റ് ഓഫ് എൻറ്റയർ കോസൽ ബോഡീസ് എന്ന് പറയാം. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ബ്രഹ്മമാണെങ്കിൽ ഈ മൈക്രോ കോസ്മിക് തലം, അല്ലെ, അതായത് വ്യക്തിതലത്തിലെ നിയന്ത്രിക്കുന്നത് പ്രാജ്ഞനാണ്. ഇപ്പൊ വാഗ്ദേവതകള് ആദ്യത്തെ 3 അറിയപ്പെടുന്ന അവസ്ഥകളെ ഒരു ജീവനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം തുരീയം എന്ന 4ാമത്തെ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവിടെ മുതല്
തുരീയം എന്നതിൽ ശരിക്കും പറഞ്ഞാല് നിന്ന് ആ ഒരു ബ്രഹ്മാവസ്ഥ വരെയുള്ള തലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശിവസൂത്രത്തിൽ പറയുന്നു ജ്ഞാനം, ജാഗ്രത, സ്വപ്നം, വികല്പം, അവിവേകമോ മായ കൊണ്ട് നിറഞ്ഞതോ അല്ലെ, മായ കൊണ്ട് സുപുക്തമോ ആണ് ജ്ഞാനം എന്ന നോളജ്, അതായത് അറിവ് അല്ലെ. അപ്പൊ ജാഗ്രത എന്ന ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉണർന്ന ബോധതലം. സ്വപ്നം എന്നത് വികല്പം, മനസ്സിന്റെ സങ്കല്പങ്ങള്. വിവേകം എന്നാല് തിരിച്ചറിവ്, ഡിസ്ക്രിമിനേഷൻ. അപ്പൊ അവിവേകം എന്നാല് തിരിച്ചറിവില്ലാത്ത അവസ്ഥ. മായ എന്നാല് ഇല്യൂഷൻ. അപ്പൊ സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഡീപ് സ്ലീപ്പ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ഒരു നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ആണത്. ആ ഒരു ഇൻഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് സുഷുപ്തിയിലാണെന്ന് അർത്ഥം. അപ്പൊ ഇതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ഈ 3 അവസ്ഥകളെയാണ് പ്രാപഞ്ചിക ബോധം എന്ന ലൗകിക വ്യവസ്ഥയിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ പ്രപഞ്ചത്തിൽ ജനിച്ച എല്ലാ ജീവികളും എന്നും ദൈനംദിനം ഈ 3 അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ആദ്യത്തെ അവസ്ഥ എന്നത് എല്ലാ കർമ്മങ്ങളും ഈ അവസ്ഥയിലാണ് നടക്കുന്നത്. ഇവിടെ ഇന്ദ്രിയങ്ങളാണ് പ്രധാന കാര്യകർത്താക്കള്. രണ്ടാമത്തത് സ്വപ്നാവസ്ഥയിൽ നിന്ന് പതുക്കെ സുഷുപ്തി അവസ്ഥയിലേക്ക് നീങ്ങുന്നു. സ്വപ്നാവസ്ഥയിൽ മനസ്സാണ് യജമാനൻ. മനസ്സിലൂടെയാണ് സ്വപ്നങ്ങൾ കാണുന്നത്. അവസാനത്തെ അവസ്ഥയായിരിക്കുന്ന സുഷുപ്തി മനസ്സുമില്ലാതായിട്ട് തീരുന്നു. ഇപ്പൊ ജാഗ്രതത്തില് മനസ്സ് ഇന്ദ്രിയങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ വളരെ പെട്ടെന്നാണ് അറിവുകൾ മനസ്സിൽ എത്തിച്ചേരുന്നത്. ഈ ചിന്തകളാണ് സ്വപ്നമായിട്ട് രണ്ടാമത്തെ തലത്തിൽ സ്വപ്നാവസ്ഥയിൽ വരുന്നത്. സുഷുപ്തി അവസ്ഥയിൽ ഒരു വ്യക്തി തന്റെ സ്വപ്രകൃതിയെ പോലും മറന്നു പോകുന്നു എന്നർത്ഥം. അപ്പൊ മനസ്സും ഇന്ദ്രിയങ്ങളും അവിടെ ഇല്ല. അപ്പൊ ഇതിനെയാണ് മായാതലം അഥവാ നമ്മൾ ആ ഒരു ഡിസെപ്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ മായയുടെ ശക്തി കൊണ്ടാണ് ഒരു വ്യക്തി തന്റെ രൂപത്തെ മറന്നു പോകുന്നത്. അപ്പോ ആ ഒരു ആഗ്രഹവും മമത്വവും ഉണ്ടാകുന്നതും ഈ മായാ തത്വം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇല്ലേ. അപ്പൊ അതിനെയാണ് ഈ ട്രൈക്ക ഫിലോസഫി, ത്രിക സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ അഥവാ ഈ ത്രിക സിദ്ധാന്തം പറയുന്നു ഈ എന്താ പറയാ, ഈ മായ അതായത് ശിവന്റെ സ്വതന്ത്ര ശക്തി തന്നെയാണ്. ഈ 3 അവസ്ഥകളുടെയും സദാ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസ്ഥയായിരിക്കും പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം. അപ്പൊ ത്രിഗുണങ്ങളെ പോലെ തന്നെയാണ് ഈ 3 അവസ്ഥകളും. മനുഷ്യരിൽ 3 ഗുണങ്ങളുണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നാണ് എപ്പോഴും പ്രബലമായിട്ട് നിൽക്കുന്നത് അല്ലെ. ഇപ്പൊ പഞ്ചഭൂതങ്ങളുടെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ്. ഉയർന്ന തലങ്ങളെ കുറിച്ച് അറിയാത്തവരുടെ ബോധതലം അഥവാ അവരുടെ കോൺഷ്യസ്നെസ് സുഷുപ്തി അവസ്ഥയിലായിരിക്കും സദാ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇഗ്നോറൻസ് അഥവാ അവിദ്യ എന്നത് സുഷുപ്തി അവസ്ഥയ്ക്ക് തുല്യമാണ്. ഇവിടെ ആ ഒരു മെന്റൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. ഈ 3 തലങ്ങളും ഏറ്റവും താഴത്തെ പ്രാപഞ്ചിക അവസ്ഥകൾ മാത്രമാണ്. ഇനി അറിയുവാൻ പോകുന്നത് ഉയർന്ന തലങ്ങളായിരിക്കുന്ന തുര്യവും തുര്യാതീതവുമാണ്. ഇതെല്ലാം ഒരു സാധാരണ ശരാശരി മനുഷ്യനിൽ കാണുന്ന അവസ്ഥകൾ തന്നെയാണ്. എന്നാൽ യോഗികള്, ഋഷികള്, മുനിമാര് ഒക്കെ വ്യത്യസ്തരാണ്. സാധാരണക്കാരിൽ നിന്നും വളരെ ഉയർന്ന തലങ്ങളാണ് അവരുടേത്. ഇപ്പൊ യോഗികൾക്ക് ബ്രഹ്മാണ്ട പിണ്ടാണ്ടങ്ങളെ കണക്ട് ചെയ്ത്, അതായത് മൈക്രോകോസം ആൻഡ് മാക്രോകോസം, അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കാൻ സാധിക്കും. അപ്പൊ യോഗിൻ എന്നാൽ എന്താ? യോക്കിംഗ്, അതായത് ഫോക്കസ്ഡ് എന്നർത്ഥം. യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കസ്ഡ് കോൺസെൻട്രേഷൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ യോഗി എന്ന് പറയുന്നത്. അപ്പൊ ജാഗ്രത അവസ്ഥയിൽ പോലും സദാശിവ ഭാവത്തിൽ ഇരിക്കാൻ അവർക്ക് സാധിക്കും. കാരണം ആ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി ആയ ശിവതത്വത്തെ ഉള്ളിൽ അനുഭവിച്ച് ശരീരം എന്നത് ശിവന്റെ ഒരു വസ്ത്രമായിട്ട് മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്ഥൂലത്തില് ഒന്നും താല്പര്യമില്ലാത്ത അവസ്ഥയാണിത്. വികാരങ്ങളൊന്നും ആ യോഗിയിലെ ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നാവസ്ഥയിലും സദാ ശിവനുമായിട്ട് ചേർന്നിരിക്കുന്നു. സ്വപ്നാവസ്ഥയിലും ശിവബോധം മാത്രമാണ് അവശേഷിക്കുന്നത്. ശിവ കേവലോഹം. അപ്പൊ സുഷുപ്തിയിലും അവര് ശിവബോധത്തിൽ ലയിച്ച അവസ്ഥയില് ആനന്ദമായിട്ടിരിക്കുകയാണ്. അപ്പൊ സ്വന്തം ഇഷ്ടപ്രകാരം ആ ജീവൻ സമാധി അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ സമയം ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. മനസ്സിനെ സദാ ഒഴിവാക്കിക്കൊണ്ട് സാധനയിലൂടെ ഇവർ ആ അവസ്ഥ നേടും. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഇംപ്രഷൻസ് അഥവാ വാസനകള് ഉണ്ടാകുന്നേയില്ല. ഇവർക്കൊന്നിനോടും വേർതിരിവില്ല. എല്ലാം ശിവൻ മാത്രം അല്ലേ. ഇതിനെ അവരെല്ലാത്തിനെയും ശിവനായിട്ട് കാണുന്നു, ശിവമായിട്ട് കാണുന്നു. അവരാ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട്
എന്താ പറയാ, അവർക്കും ഈ പ്രപഞ്ചവും ഈ ശിവനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ആ ഒരു തലത്തിൽ എത്തിച്ചേരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നോയിങ് ദ നോൺ ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് നോയിങ് എന്ന് പറഞ്ഞത് ഒന്നും വ്യത്യസ്തമല്ല. അപ്പൊ നമ്മള് ജ്ഞാനജ്ഞാതൃ ജ്ഞേയങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സത്യത്തെ അവര് ഏകമായിട്ട് കാണുകയാണ്. ശരിക്കും അവർക്ക് ആ ഒരു അൺബ്രോക്കൺ ഫ്ലോ ഓഫ് കോൺസെൻട്രേഷൻ ഇൻ ശിവ, അവർക്ക് അനുസ്യൂതമായിട്ട് ശിവബോധത്തിൽ മാത്രം അവരുടെ മനസ്സ് പ്രവഹിച്ചുകൊണ്ടേയിരിക്കണം. ഇവർക്ക് മാത്രമേ തുരീയം, തുര്യാതീതം എന്നുള്ള സ്റ്റേജസ് അതിലോട്ട് പ്രവേശിക്കാൻ സാധ്യമാകൂ. ഇവർക്ക് ഈ ഒരു ട്രാൻസിഷൻ വളരെ എളുപ്പവുമായിരിക്കും. അപ്പൊ ഈ സ്റ്റേജ് എത്തുന്നതിന് നമ്മൾ ഫ്രീ വിൽ എന്നതാണ് പ്രധാന ഉപാധി. അപ്പോ പ്രാജ്ഞാത്മികയായിരിക്കുന്ന ദേവി. അപ്പൊ അടുത്ത നാമത്തിലൂടെ നമ്മൾ പറയുന്നു എന്താണ്? അടുത്തത് 262ാമത്തെ നാമം തുര്യ. അപ്പൊ അടുത്ത നാമമാണ് ശരിക്കും പറഞ്ഞാൽ തുര്യാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകൾ കഴിഞ്ഞ് ആ നാമങ്ങളുടെ വ്യാഖ്യാനത്തിൽ നമ്മൾ നല്ലതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാല് 4ാമത്തെ അവസ്ഥയാണ് തുര്യാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവും, ഇല്ലേ? തുര്യ എന്ന പദത്തിന് 4ാമത്തെ എന്നർത്ഥമുണ്ട്. ഇപ്പൊ 3 അവസ്ഥകളെയും വിവരിച്ച ശേഷം ഈ 3 അവസ്ഥകളെയും അവയെ അനുഭവിക്കുന്ന വിശ്വൻ തുടങ്ങിയ ചൈതന്യങ്ങളെയും ജ്ഞാനജന്യമായിരിക്കുന്ന ശുദ്ധവിദ്യയുടെ ഉദയം കൊണ്ട് അറിയുന്നതാകുന്നു. അപ്പൊ ഈ തുര്യാവസ്ഥ എന്ന് പറഞ്ഞാല് ആ ഒരു സൗഭാഗ്യ ഭാസ്കരൻ പറയുന്നു, ആ അവസ്ഥാരൂപിണിയായിരിക്കുന്നവളെ അറിയുന്നവരെന്താ ഈ 3 തലങ്ങളും കടന്നിരിക്കണം. അപ്പൊ സ്പന്ദശാസ്ത്രത്തിലെ തുര്യാവസ്ഥയെ എന്താ പറയാ, കാരണം ആ ഒരു ശിവം അദ്വൈത ചതുർത്ഥം മന്യത എന്നാണ് ശ്രുതി പറയുന്നത്. അപ്പോ ഈ ഒരു ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുര്യ, അപ്പൊ ഇത് ആ ചതുർത്ഥം തലം, 4ാമത്തെ തലം ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും അവയിൽ നിന്ന് വളരെ ഭിന്നമാണിത്. ജ്ഞാനമാണ് തുര്യാവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മഹാകാരണ ശരീരാഭിമാനിയായിരിക്കുന്ന ജീവനാണ് തുര്യൻ എന്ന് സൗഭാഗ്യഭാസ്കരൻ പറയുന്നുണ്ട്. അപ്പൊ ഈ എന്താ പറയാ, സ്വചിത്തേന പ്രവിശേത് എന്ന് തുര്യാവസ്ഥയിൽ എത്താനുള്ള മാർഗത്തിന്റെ വ്യാഖ്യാനം നിർദ്ദേശിക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രാണായാമം തുടങ്ങിയിട്ടുള്ള യമശമങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിനെ നിയന്ത്രിച്ച് തുര്യാവസ്ഥയിൽ എത്താനുള്ള മാർഗമാണ് ഇതെല്ലാം എന്ന് കാണിക്കുന്നു. അപ്പോ ഈ എന്താ പറയാ, ഈ തുര്യ എന്നുള്ള ആ ഒരു ദേവത ഉണ്ടെന്ന് ശക്തി രഹസ്യം പറയുന്നുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന ത്രിമൂർത്തികളിൽ നിന്ന് 4ാമത്തവളായതും ബ്രഹ്മപത്നിയുമായിരിക്കുന്ന സരസ്വതി, വിഷ്ണു പത്നിയായിരിക്കുന്ന ലക്ഷ്മി, ശിവന്റെ സഹചരിയായ പാർവതി എന്നിവരിൽ നിന്ന് അന്യയും 4ാമത്തവളായും പരാശക്തിയെ ഈ പദം കുറിക്കുന്നുണ്ട്. അങ്ങനെയും ഒരു എന്താ പറയാ, ശങ്കര ഭഗവത്പാദരുടെ സൗന്ദര്യ ലഹരിയിൽ ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. കാരണം തുരീയ കാപിത്വം ദുരധിഗമയ നിസീമ മഹിമ മഹാമായ വിശ്വം ഭ്രമേതി പരബ്രഹ്മ മഹിഷി. സൗന്ദര്യ ലഹരിയിലെ 97ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. കാരണം എന്താ പറയാ, ആ ഒരു മായ സ്വരൂപത്തില് പരബ്രഹ്മ മഹിഷിയായിരിക്കുന്ന ആ ഒരു ദേവി തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത്. സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നിവരെ വിവരിച്ചതിന് ശേഷം തുരീയായിട്ട് നിസീമ മഹിമയുള്ളവളും പരബ്രഹ്മ മഹിഷിയുമായിരിക്കുന്ന ദേവിയെ പറയണു. അപ്പൊ നമ്മള് തുര്യ എന്നുള്ള വാക്കിന് ശരിക്കും പറഞ്ഞാല് ദേവിയുടെ ഏറ്റവും തുര്യാവസ്ഥയിലെ നായികയായവൾ ഏറ്റവും ഉയർന്ന ബോധതലം, അതീത ബോധം, അല്ലെ, പരിമിതി ഇല്ലാത്ത ബോധത്തെയാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ 4th സ്റ്റേജ് ഓഫ് കോൺഷ്യസ്നസ്, ഇപ്പൊ ബോധത്തിന്റെ 4ാമത്തെ തലമാണ് തുര്യമെന്ന് നമ്മൾ കണ്ടു. ഇത് സ്വാഭാവികമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ഉയർന്ന, അതായത് ഗഹനമായിരിക്കുന്ന ധ്യാനത്തിലൂടെ മാത്രമേ ഈ അവസ്ഥയെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ. ഈ അവസ്ഥ മുൻപ് പറഞ്ഞ 3 അവസ്ഥകളായിരിക്കുന്ന ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. നമ്മുടെ ജാഗ്രതാവസ്ഥയിൽ നമ്മള് ബോധം അഥവാ കോൺഷ്യസ്നെസ്സുമായിട്ട് സദാ ചേർന്നിരിക്കുകയാണ്. സ്വപ്നാവസ്ഥയിലാകട്ടെ നമ്മുടെ മനസ്സാണ് ബോധവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇനി 3ാമത്തെ സുഷുപ്തി അവസ്ഥയില് ബോധം എന്നതിന് ഒന്നും പ്രവർത്തിക്കാനില്ല. കാരണം എന്താ, മനസ്സെന്നത് ഒരു കംപ്ലീറ്റ് റെസ്റ്റിലാണ്, അല്ലെ? അപ്പൊ ഈ
എന്നാൽ തുരിയ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ഒരു വ്യക്തി തന്റെ മനസ്സിനെ ശരിക്കും പറഞ്ഞാൽ ട്യൂൺ ചെയ്തെടുത്ത് വേണം ഈ ബോധതലത്തിലേക്ക് എത്തിച്ചേരാൻ. ഇത് പ്രാക്ടീസ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അഭ്യാസം ഇല്ലാതെ ഇതിലേക്ക് കടക്കാൻ പോലും സാധ്യമല്ല. ഈ അവസ്ഥയില് ആ ജീവൻ ബ്രഹ്മമായിട്ടുമില്ല, എന്നാൽ ജീവാത്മാവുമല്ല. അപ്പൊ ഒരു ജീവന് ഈ തുരീയ അവസ്ഥ കടന്നാൽ പിന്നെ ബ്രഹ്മവുമായിട്ട് ചേർന്ന് തുരീയാതീത എന്നുള്ള അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. ഇനി തുരീയ അവസ്ഥയിൽ നിന്ന് വീണ്ടും താഴേക്ക് പതിക്കുകയാണെങ്കിലോ വീണ്ടും ഈ ലൗകിക പ്രപഞ്ചത്തിലെ കർമ്മങ്ങളുമായിട്ട് ചേർന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നു. ഇപ്പൊ ദേവി സദാ തുരീയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ തുരീയ അവസ്ഥ ബോധത്തിന്റെ തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ സാക്ഷി അഥവാ വിറ്റ്നസ് എന്നൊക്കെ പറയുന്നത്. ഈ അവസ്ഥയില് ഈ എന്താ പറയുക ഉള്ള ശക്തിയാണ് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 3 അവസ്ഥകളിലുള്ള ബോധതലങ്ങളിലെ മാറ്റങ്ങൾ വന്നു ചേരാം. എന്നാൽ തുരീയ അവസ്ഥയില് അതായത് കോൺഷ്യസ്നെസ്സിന് മാത്രമേ ഉള്ളൂ. ഈ ഉയർന്ന അവസ്ഥയില് ഉയർന്ന എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒന്ന് അതിലേക്കായിരിക്കും നമ്മൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 അവസ്ഥകളിൽ ഉണ്ടായിരുന്ന ബോധതലം ഇല്ലാതായിട്ട് തീരും. ഈ അവസ്ഥയിൽ പിന്നെ നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് അത് മാത്രമേ ഉള്ളൂ. ഈ തലത്തിൽ 2 കാര്യങ്ങളും ഇല്ലാതായി കഴിഞ്ഞു ഇല്ലേ? ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് തുരീയം. ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നത്തിങ് എക്സിസ്റ്റ് എന്ന് പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് ഒരു അവയർനെസ് ആണ് ഇല്ലേ? ഇത് നമുക്ക് എന്താ പറയാ മുളയ്ക്കാൻ പാകമായിട്ടുള്ളൊരു വിത്തിനോട് താരതമ്യപ്പെടുത്താം. കാരണം ഈ ട്രാൻസ്ഫോംഡ് കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ ആ ജീവനെ പതുക്കെ പതുക്കെ ഒരു സിംഗിൾ പോയിന്റഡ് അഥവാ ഫോക്കസ്ഡ് കോൺഷ്യസ്നെസ് ആക്കി മാറ്റി ബ്രഹ്മത്തെ അറിഞ്ഞ് അതിൽ ലയിച്ചു ചേരാൻ പാകപ്പെടുത്തുന്നത്. എന്നാൽ ഈ അവസാനത്തെ തലം എത്തി ചേർന്നിട്ടില്ല. ഈ ശിവസൂത്രത്തിൽ പറയണു ഒരു മനുഷ്യന്റെ സാധാരണ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് ഉപരിയായിട്ട് 2 ബോധതലങ്ങൾ കൂടിയുണ്ട്. ആദ്യത്തേതാണ് തുരീയം. ഈ അവസ്ഥയെ ശരിക്കും പറഞ്ഞാല് അഭോഗാവസ്ഥ എന്ന് പറയാം. അഭോഗം എന്ന് പറഞ്ഞാല് ആ ഒരു നോൺ എൻജോയ്മെന്റ്, ശാംഭവം, അതായത് എക്സിസ്റ്റിംഗ് എന്നും അർത്ഥമുണ്ട്. അപ്പൊ ശിവസൂത്രം പറയുന്നത് ആദ്യത്തെ 3 അവസ്ഥകൾ ഉള്ളപ്പോഴും ഈ 4ാമത്തെ അവസ്ഥ ഉണ്ടാകാം. ഒരു വ്യക്തിയില് ആ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ മെറ്റീരിയൽ അവയർനെസ് അത് സ്പിരിച്വൽ അവയർനെസ്സും തമ്മിൽ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാകും. അതിൽ നിന്നാണ് ഈ അപ്വേർഡ് സ്പിരിച്വൽ ജേർണി തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ആ ഒരാളില് ഈഗോ പതുക്കെ പതുക്കെ ഇല്ലാതായിട്ട് തീരുന്ന അവസ്ഥ. ഈ അഹങ്കാരം ഇല്ലാതാകുന്നതോടുകൂടിയാണ് ആത്മാവിന്റെ വിശ്വരൂപം അഥവാ ആ ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സൽ ആറ്റിറ്റ്യൂഡ് ഇതിനെയാണ് ശരിക്കും ആ ഒരു ആത്മാവ് അനുഭവിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു തുടക്കത്തിൽ നിന്നും വിശ്വവ്യാപിയായിരിക്കുന്ന ചൈതന്യത്തെ കുറിച്ചുള്ള അറിവ് മറ നീക്കി പുറത്തു വരാൻ തുടങ്ങും. ഇതാണ് ശരിക്കും നമ്മളെ ധ്യാനത്തിൽ പരിചയിക്കുന്നത്. അപ്പൊ ഈ തുരീയാവസ്ഥ വ്യക്തിയിൽ ആദ്യത്തെ 3 അവസ്ഥകൾ ഉള്ളപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ അജ്ഞാനം, അവിദ്യ, അഹങ്കാരം ഇവ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈഗോ ഇല്ലാതായി വരുമ്പോ അജ്ഞാനവും അവിദ്യയും ഇല്ലാതാകണം. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ ആത്മജ്ഞാനത്തിലുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരും. അപ്പൊ ഇത് സംഭവിക്കുന്നത് തുരീയം എന്ന അവസ്ഥയിലാണ്. ഈ തുരീയം എന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ അൺഇൻഫറബിൾ ആണ്, ഇൻകൺസീവബിൾ ആണ്. നമുക്കതിനെ ഇൻഡിഫൈനബിൾ ആണ്. ഇന്ദ്രിയങ്ങളുടെ എല്ലാം പിടിവിട്ട് ആ ഒരു ശിവാനുഭവത്തിലേക്കുള്ള ജീവന്റെ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. ഇപ്പൊ മാണ്ഡൂക്യ ഉപനിഷത്ത് പറയണു തുരീയം എന്നാല് കോൺഷ്യസ് ആയിട്ട് ഉള്ളിൽ സംഭവിക്കുന്നതല്ല. കാരണം ഏതെങ്കിലും അവസ്ഥകളുടെ ഇടയ്ക്ക് സംഭവിക്കുന്നതുമല്ല, ഒരു മാസ് ഓഫ് കോൺഷ്യസ്നെസ്സും അല്ല. എന്നാല് അൺകോൺഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇത് ഇൻവിസിബിൾ ആണ്. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത്, മനസ്സിനും അപ്പുറത്തൊക്കെയാണ് ഇത്. ഇവിടെയാണ് ശരിക്കും കോൺഷ്യസ് ഓഫ് സെൽഫ് മാത്രമായിട്ടിരിക്കുന്നത്. കോൺഷ്യസ്നെസ് ഓഫ് സെൽഫ് എന്താണ്? ആത്മാവിന്റെ തലം അല്ലേ? ലൗകികമായിരിക്കുന്ന മെറ്റീരിയലായ ഒന്നിനും ഇവിടെ സ്ഥാനമില്ല. ഇതിനെ നമ്മൾ എംബോഡിമെന്റ് ഓഫ് പീസ് അല്ലെങ്കിൽ ഓൾ ദാറ്റ് ഈസ് ഗുഡ് എന്നൊക്കെ പറയാം അല്ലേ? നമുക്ക് എല്ലാം നന്മ മാത്രമുള്ള ഒരു അവസ്ഥ. ഇതിനെയാണ് നമ്മൾ ഈശ്വര തത്വം എന്ന് പറയുന്നത്. ദേവി അതാണ് അല്ലേ?
ഇത് ഒന്നേ ഉള്ളൂ. ഇത് രണ്ടാമതായിട്ട് അവിടെ വേറൊന്നില്ല. ഇപ്പൊ മനുഷ്യന്റെ ഈ 3 അവസ്ഥകളെയും സാക്ഷിഭാവത്തിൽ നിൽക്കുന്നത് ഇതാണ്. ഈ 3 അവസ്ഥകളെയും കണ്ടുകൊണ്ട്, ഇല്ലേ? ഇത് മനുഷ്യന്റെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളുടെ ആ ഒരു നേരെ വിപരീത അവസ്ഥയാണ്. ഒരാൾ ഉണർന്നാൽ പിന്നെ അവന് ഉറങ്ങാൻ സാധ്യമല്ല, ഇല്ലേ? അപ്പൊ ഒരാള് സ്വപ്നാവസ്ഥയിലാണെങ്കിൽ അവന് ഉണരാനോ സ്വപ്നം കാണാനോ സാധ്യമല്ല. എന്നാല് ഈ തുരീയം എന്ന അവസ്ഥ ഈ 3 അവസ്ഥകളില് മായയാകുന്ന ആവരണം ഇട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തത്. ഇപ്പൊ ധ്യാനത്തിന്റെ ഉയർന്ന തലങ്ങളില്, ആ ഘട്ടങ്ങളില് ഇത് തിരിച്ചറിയാൻ സാധിക്കും. ധ്യാനത്തിന്റെ ആദ്യ ഘട്ടങ്ങളില് പ്രോപ്പർ ഫൗണ്ടേഷൻ ഇടാനുള്ള ആ ഒരു ഗ്രൗണ്ട് വർക്ക് മാത്രമാണ് എങ്കിലേ ശിവാനുഭവം ഉണ്ടാകുന്നുള്ളൂ. ഈ ഫൗണ്ടേഷണൽ കോൺഷ്യസ്നെസ് വീക്കാണെങ്കിൽ നമുക്ക് ഏറ്റവും ശക്തമായ ശിവാനുഭവം ഉണ്ടാക്കാൻ സാധ്യമല്ല. എല്ലാറ്റിനും വളരെ പ്രോപ്പറായിട്ട് ഒരു അടിത്തറ പാകിയെങ്കിലേ തുരീയം എന്ന് പറയുന്ന ബോധതലത്തിലേക്ക് നമുക്ക് ഉണരാൻ സാധിക്കുകയുള്ളൂ. അത് അനുഭവവേദ്യമാകുന്നുള്ളൂ. ഇതിന്റെ അർത്ഥം ശരീരത്തിന് നാശമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഈ ചിത്തം എന്നത് വളരെയധികം ശുദ്ധമായി കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഈ ഒരു പ്രയാണം തുടങ്ങുമ്പോൾ തന്നെ അത് എന്താ പറയാ, നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്കുള്ള പ്രയാണവും ആരംഭിക്കും. കാരണം അവസാനം തുരീയം എന്നുള്ള ബോധതലം വരെ വളരെ സ്വാഭാവികമായിട്ട് അത് എത്തിച്ചേരുകയും ചെയ്യും ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി. ആ വ്യക്തിക്ക് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥ എല്ലാം പിന്നെ അനുഭവവേദ്യമാകും. പക്ഷെ വ്യത്യാസം എന്തെന്നാല് ഈ കോൺഷ്യസ്നെസ്, അതായത് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് വിധേയമായി കഴിഞ്ഞിരിക്കും. അപ്പൊ ശിവതത്വവുമായിട്ട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ശിവാനുഭവം ഉണ്ടാവുകയും ചെയ്യാം, അല്ലേ? അപ്പൊ വളരെ എന്താ പറയുക, ഉയർന്ന തലം, ആ തലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തുര്യ. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലോ ദേവി സർവാവസ്ഥ വിവർജിത. പിന്നെ അമ്മ എന്താണ്? സർവ അവസ്ഥ വിവർജിത, എല്ലാ അവസ്ഥകൾക്കും അപ്പുറത്ത് നിൽക്കുന്നവൾ. ഭൂതാവസ്ഥകൾ എന്നർത്ഥം, അല്ലെ? കര, ജലം, അഗ്നി, ഊർജം, വായു, ആകാശം എന്നിവയുടെ എല്ലാ അവസ്ഥകളും ഭൂതാവസ്ഥ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സർവാവസ്ഥ വിവർജിത എന്ന് പറഞ്ഞാല് ഇതിനെല്ലാം അപ്പുറത്ത് പോയവൾ, നിൽക്കുന്നവൾ, ഒരവസ്ഥയും ഇല്ലാത്തവൾ. ഇവിടെ അവസ്ഥ എന്ന പദം കൊണ്ട് നമ്മൾ മുൻ നാമങ്ങൾ സൂചിപ്പിച്ച ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യം എന്നിവ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഈ 4 അവസ്ഥകളും കടന്ന ജീവനെ നമ്മൾ തുര്യാതീതൻ എന്ന് പേര് കൊടുക്കാം. തുര്യാതീതനിൽ നിന്ന് അഭിന്നമായിട്ട് രൂപമുള്ളവൾ പരാശക്തി, തുര്യാതീത, അവസ്ഥ ലക്ഷണം കൊണ്ട് വിവരിക്കാനാവുന്നതല്ലാത്തവൾ. അപ്പോ ശരിക്കും പറഞ്ഞാല് അവസ്ഥ എന്ന പദത്തിന് വ്യാവഹാരിക അർത്ഥം കൊണ്ടും ഈ പദത്തെ നമ്മൾ വ്യാഖ്യാനിക്കുക. ഒന്ന്, ഇന്ന പ്രകാരം ഇരിക്കുന്നു എന്നതാണ് അവസ്ഥ. പരാശക്തിയായിരിക്കുന്ന ദേവി ഈ അവസ്ഥയിലാണെന്ന് പറയാൻ സാധ്യമല്ല. സുഖം, ദുഃഖം എന്നീ 2 അവസ്ഥകളോ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളോ, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയുള്ള അവസ്ഥാ ചതുഷ്ടയങ്ങളോ, സാഹിത്യ ശാസ്ത്രത്തിൽ പറയുന്ന കാമാവസ്ഥകളോ, ആ ഒരു ഘന, ദ്രവ, വാതക രൂപങ്ങളായിരിക്കുന്ന ദ്രവ്യാവസ്ഥകളോ, വെളുപ്പ്, കറുപ്പ്, പച്ച, നീലം തുടങ്ങിയ വർണ്ണഭേദങ്ങളോ, ഉഷ്ണം, ശീതം തുടങ്ങിയവയോ ഒന്നും തന്നെ ദേവിയുടെ വർണ്ണനയ്ക്കോ വിവരണത്തിനോ ഉപയോഗിക്കാവുന്നതല്ല. അപ്പൊ ഇവയെല്ലാം തന്നെ ഓരോ സന്ദർഭത്തിൽ ഉപയോഗിക്കാം എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ ഏത് അവസ്ഥയിലുള്ളതെന്ന് പറയാനാകാത്ത മഹാചൈതന്യമായിരിക്കുന്ന ദേവി സർവാവസ്ഥ വിവർജിത. അപ്പൊ നമ്മളിപ്പോ 256 മുതൽ 63 വരെയുള്ള നാമങ്ങൾ കൊണ്ട് അവിദ്യക്ക് വശപ്പെട്ട ഒരു ജീവന്റെ 5 വിധത്തിലുള്ള അവസ്ഥ ഭേദങ്ങളാണ് കണ്ടത്, അല്ലെ? ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നമ്മുടെ ശ്രമം കൊണ്ട് തന്നെ ഇത് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോ ആ ദേവിയുടെ 4 അവസ്ഥയിലുള്ള ഗോപ്യമായിരിക്കുന്ന സാന്നിധ്യവും നമ്മൾ കണ്ടു, ഇല്ലേ? ഈ അവസ്ഥകളിലെല്ലാം നമ്മുടെ ഉള്ളിൽ സാന്നിധ്യം ആരാണ്? ഈ അമ്മ തന്നെയാണ്, ഇല്ലേ? ഈ നാമം പറയണു പരാശക്തിയുടെ ഈ 4 അവസ്ഥകളെയും അതിക്രമിച്ചു നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപിണിയാണ് ദേവി. അപ്പൊ ദേവി ശിവയായ ശിവൻ, അല്ലെ? മംഗളരൂപം തന്നെയാണ്. ഈ 4 അവസ്ഥകളെയും സാക്ഷിഭാവത്തിൽ വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളില് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 4 അവസ്ഥകളുമായിട്ട് ദേവിക്ക് യാതൊരു താതാത്മ്യമില്ല എന്നർത്ഥം. കാരണം നിർഗുണ നിരാകാര ബ്രഹ്മത്തിന് യാതൊരു കലകളും ഇല്ല എന്നത് തന്നെയാണ് അതിനർത്ഥം. കാരണം
അഹം നിർവികൽപ്പോ നിരാകാര രൂപോ വിഭുത്വ വിഭുത്വാർച്ച സർവത്ര സർവേന്ദ്രിയാണാം നജാ സംഗതം നൈവ മുക്തിർനമേയ ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം. ബ്രഹ്മത്തിന് യാതൊരു നാമരൂപങ്ങളും ആരോപിക്കാൻ സാധ്യമല്ല. ഇപ്പൊ കഴിഞ്ഞ 4 അവസ്ഥകളിലും ആ ഒരു കോൺഷ്യസ്നെസ് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ തുരീയാതീതം എന്ന അവസ്ഥയില് കോൺഷ്യസ്നെസ്സും ഇല്ലാതായിട്ട് തീർന്നിരിക്കുകയാണ്. ഈ അവസ്ഥയാണ് നമ്മള് കോൺഷ്യസ്നെസ്സിനും അപ്പുറം, ബോധതലത്തിനും അപ്പുറം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ എത്തിയ പിന്നീട് ഒരിക്കലും താഴത്തെ ഈ 4 അവസ്ഥകളിലേക്കുള്ള മടക്കയാത്ര ഇല്ല. അത് പൂർണ്ണമായിട്ട് അവസാനിച്ചു, ഇല്ലേ? ഈ ശക്തി ഉപാസകൻ തുരീയാവസ്ഥയിലെങ്കിലും കടന്നാൽ മാത്രമേ 5ാമത്തെ അവസ്ഥയായിരിക്കുന്ന തുരീയാതീത അവസ്ഥയിൽ എത്താൻ സാധ്യമാകൂ. അപ്പൊ ഇതിന്റെ ആ ഒരു പ്രായോഗിക തത്വം എന്തെന്നാല്, ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഇത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ ആ ഒരു ദ്വൈത ഭാവന എന്ന് പറയുന്ന ഡ്യുവാലിറ്റിയേ ഇല്ല. സർവം ഈശ്വരമയം ജഗത്, സർവം ഖൽവിതം ബ്രഹ്മ. ഈ പ്രപഞ്ചവും നാമരൂപങ്ങളും എല്ലാം തന്നെ ബ്രഹ്മത്തിന്റെ ആവിഷ്കാരം തന്നെയാണ്, അല്ലെ? എപ്പോ ഇത് ഉറയ്ക്കുന്നു അപ്പോഴവൻ ശിവനായിട്ട് തീരുകയാണ്. പിന്നെ ജീവൻ എന്നല്ല അതിനെ പറയേണ്ടത്, അല്ലെ? അവന് പിന്നെ യാതൊരു വിധത്തിലുള്ള ജപതപങ്ങളുടെയും ആവശ്യമില്ല, പൂജകളില്ല, ഒരു ആരാധനാ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, യാതൊരുവിധ റിച്വൽസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്ത് ചെയ്യുന്നോ അത് ശിവന് വേണ്ടി മാത്രം എന്നുള്ള അനുഭവവേദ്യമായി കഴിഞ്ഞു. അയാള് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ശിവനാണ് ഭുജിക്കുന്നത്, കുളിക്കുമ്പോൾ ശിവനാണ് അഭിഷേകം കൊടുക്കുന്നത്. അങ്ങനെ ദ്വൈത പ്രപഞ്ചത്തിൽ നിന്ന് എന്നേക്കുമായിട്ടൊരു തിരിച്ചുപോക്ക്, അല്ലെ? ഇപ്പൊ നോ ഡ്യുവാലിറ്റി, നോ മായ, നോ ഡിസ്ക്രിമിനേഷൻ, അല്ലെ? ചുവന്ന വസ്ത്രമോ വെളുത്ത വസ്ത്രമോ ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ പോലെ എന്താ പറയുക, ഒരു സാധാരണക്കാരനായിട്ട് നടക്കണു, ചിരിക്കണു, സംസാരിക്കണു, ബാഹ്യപ്രപഞ്ചവുമായിട്ട് ഇടപഴകണു. ഇങ്ങനെ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അത് ശിവസ്വരൂപമാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയാതെ പോകുന്നു. അതാണ് സത്യം. എങ്ങനെയാണോ ശിവൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, ഈ യോഗിക്കും നമ്മളിൽ ഒരാളായി നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ച് തന്റെ വസ്ത്രമായിരിക്കുന്ന ഈ ശരീരത്തെ, ഈ ശരീര ഭാണ്ഡത്തെ വലിച്ചെറിഞ്ഞ് സന്തോഷമായിട്ട് ഈ ഭൂമി വിട്ടു പോവുകയും ചെയ്യാം. ഈ അവസ്ഥ എന്നത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുരീയം എന്ന 4 അവസ്ഥകളെയും അതിക്രമിച്ചു നിൽക്കുന്നതാണ്. പരാശക്തി ഈ അവസ്ഥയിലാണെന്ന് പറയണു. ഇവിടെ ശിവൻ എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ശിവനും ശിവയും വേറെ അല്ല. ഇപ്പൊ ശിവസൂത്രം പറയണു, ഈ വ്യക്തിയുടെ പ്രത്യേകത എന്തെന്നാല് ഈ 5ാമത്തെ അവസ്ഥയിൽ എത്തിയ വ്യക്തി സദാ ബ്രഹ്മതത്വത്തിൽ തന്നെ ഉറച്ചു നിൽക്കും, അല്ലെ? ആ ഒരു ഫുൾ ഓഫ് സുപ്രീം ഐ കോൺഷ്യസ്നെസ് മാത്രമല്ല, ഐ ആം ദി ഹയസ്റ്റ്, ഇല്ലേ? ഞാനാണ് ഏറ്റവും ഉയർന്നത്, ഐ ആം ശിവ എന്നുള്ള ഒരു അനുഭവം അത് അദ്ദേഹത്തിന് ഉണ്ടാകും. അദ്ദേഹം അത് മനസ്സിലാക്കും. തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അറിവ് ഈ ശിവൻ എന്ന് പറയുന്ന ജീവാത്മാവിന്റെ അറിവാണെന്ന് തിരിച്ചറിയും. അതാണ് മനുഷ്യജന്മത്തിന്റെ ഏറ്റവും ഉയർന്ന അനുഗ്രഹവും, ഇല്ലേ? അത് തിരിച്ചറിയണം. മനുഷ്യനായിട്ട് ജന്മം എടുത്താല് എന്തിനു വേണ്ടി ജന്മം എടുത്തു, ഇല്ല? ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്കാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണു. അപ്പൊ ശക്തിയുടെ മുകളില് ആ ഒരു അധീശത്വം ഉണ്ടാകണു. അങ്ങനെ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്നു, അറിവിന്റെ, ചേതനയുടെ, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം. പതഞ്ജലി മഹർഷി മനസ്സിന് വേണ്ട ശുദ്ധത അഥവാ നൈർമല്യത്തെ അടിവരയിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ യോഗസൂത്രത്തില്. ശരിക്കും പറഞ്ഞാല് ആ ഒരു കോൺസെൻട്രേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ബീയിങ് പ്യൂരിഫൈഡ് ചിത്ത. അപ്പൊ ഇതിന് മാത്രമേ ഈ അവസ്ഥയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ചിത്തശുദ്ധി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുണ്ടായിരിക്കണം. ഈ ശുദ്ധമായിരിക്കുന്ന ചിത്തത്തെയാണ് ആ ഒരു എന്താ പറയാ ഒരു ധ്യാനത്തിന്റെ പ്രസാദമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത് സത്ത് എന്ന സത്യത്തെ മാത്രമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈഗോയുടെ കണിക പോലും ലവലേശമില്ലാത്ത അവസ്ഥയാണിത്. ഇതിനെയാണ് നമ്മൾ സത്യം, സത്ത്, ആബ്സല്യൂട്ട് ട്രൂത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇതിനപ്പുറം ഒന്നുമില്ല. ഈ ദേവി പരാശക്തി ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ നാമങ്ങളെല്ലാം തന്നെ ദേവിയുടെ ഉയർന്ന അവസ്ഥകളെയാണ് കാണിക്കുന്നത്. ഒരു സത്യം മാത്രം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വേണം ഈ നാമങ്ങളെ നമ്മൾ അറിയാൻ. കാരണം ശിവനും ശക്തിയും ഒരിക്കലും വേർപെട്ടവരല്ല, വേർപെടില്ല, വേർപെടുത്താൻ പറ്റില്ല. ആ ചിന്ത തന്നെ മഹാപാപമാണ്. ഒന്നില്ലെങ്കിൽ മറ്റതില്ല. അപ്പൊ ശിവൻ എപ്പോഴും ഉള്ളതാണ്, ആ ഉണ്മയാണ്, ശക്തി പ്രകടനമാണ്. ശിവന്റെ
അതായത് ഈ ശിവശക്തി സംയോഗമാണ് സൃഷ്ടിക്ക് കാരണം. അടുത്ത നാമം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ദേവിയുടെ അടുത്ത നാമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഇനിയും ദേവിയുടെ എന്താ പറയാ അടുത്ത എന്തൊക്കെയാണ് അമ്മ ഇവിടെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോവാണ്. ഈ അവസ്ഥകളെല്ലാം കഴിഞ്ഞു ഇല്ലേ? അടുത്തത് എന്താ? വീണ്ടും അമ്മ എന്താ ചെയ്യുക? സർവാവസ്ഥ വിവർജിത. അത് കഴിഞ്ഞ് വീണ്ടും സൃഷ്ടികർत्री, സൃഷ്ടി പ്ലസ് കർത്തൃ. അപ്പൊ സൃഷ്ടി നടത്തുന്നവൾ. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത വീണ്ടും അമ്മ അടുത്ത എന്താ പറയാ ജോലി അല്ലേ? അടുത്ത കർമ്മം സൃഷ്ടി ചെയ്യുന്നവൾ. അപ്പൊ സൃഷ്ടി എന്ന പദം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി തന്നെയാണ് അല്ലേ? രജോ ഗുണ പ്രധാനമായിരിക്കുന്ന ഈശ്വരന്റെ കർമ്മം. അപ്പോ സൃഷ്ടി ചെയ്യുമ്പോൾ സൃഷ്ടികർത്തൃ, സൃഷ്ടികാരിണിയായിരിക്കുന്ന ബ്രഹ്മരൂപം അവലംബിച്ചവൾ സൃഷ്ടികർത്തൃ. അപ്പോ എന്താ പറയാ നമ്മൾ എന്താ സൗന്ദര്യലഹരിയില് സൃഷ്ടികർത്തൃയെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലയോ ലോകമാതാവേ, ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിക്കുന്നു, മഹാവിഷ്ണു രക്ഷിക്കുന്നു, രുദ്രൻ സംഹരിക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്നിവയെ തന്നിൽ ലയിപ്പിച്ചിട്ട് ഈശ്വരൻ തന്റെ സ്വരൂപത്തെയും മറയ്ക്കണു. സദാശിവൻ ഈ 4 മൂർത്തികളെ നിൻ തിരുവടിയുടെ പുരികക്കൊടികളുടെ ക്ഷണമാത്ര ചലനങ്ങളുടെ കൽപ്പനയ്ക്കനുസരിച്ച് അനുഗ്രഹിക്കണു ഇല്ലേ? അപ്പൊ ലോക സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മാവ് സദാശിവന്റെ അനുഗ്രഹം കൊണ്ട് ഈശ്വരനിൽ നിന്ന് ഭിന്നമായ രൂപം സ്വീകരിച്ച് സൃഷ്ടി ചെയ്യുന്നു. സദാശിവനാകട്ടെ ദേവിയുടെ അല്പമായിരിക്കുന്ന ആ ഭ്രൂലതാ ചലനം കൊണ്ട് സൂചിതമാകുന്ന ആജ്ഞയെ അനുസരിക്കുന്നു. സൃഷ്ടികർമ്മം നേരിട്ട് ദേവി ചെയ്യുന്നില്ലെങ്കിലും ദേവിയുടെ ആജ്ഞ അനുസരിച്ചാണ് ഇത് നടക്കുന്നത്. അപ്പൊ സദാശിവൻ, ഈശ്വരൻ, രുദ്രൻ, വിഷ്ണു, ബ്രഹ്മാവ് എല്ലാ മൂർത്തികളെയും ദേവി ചൈതന്യത്തിന്റെ രൂപഭേദങ്ങളായിട്ടാണ് കാണേണ്ടത്. ഇപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം തന്നെ ദേവിയുടെ പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോ ഈ 264 നാമം മുതൽ 274 നാമം വരെ ദേവി ബ്രഹ്മസ്വരൂപിണിയായിട്ട് നടത്തുന്ന പഞ്ചകൃത്യങ്ങളെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. വാഗ്ദേവതികൾ ഈ പഞ്ചകൃത്യങ്ങളെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് ദേവി ഓരോ രൂപത്തിലും വന്ന് എങ്ങനെയാണ് ഇവ നടത്തുന്നതെന്ന് വിവരിച്ചിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മത്തിന്റെ എല്ലാ അവസ്ഥകളും സഗുണ നിർഗുണ സ്വരൂപങ്ങളാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ ഒരു വ്യക്തിക്ക് ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമവും അറിഞ്ഞാല് ഉപനിഷത്തുകൾ മുഴുവനും പഠിച്ചതിന് തുല്യമാണ്. കാരണം ഭഗവത്ഗീത എങ്ങനെയാണോ ആ ഒരു സെൽഫ് റിയലൈസേഷന് സഹായിക്കുന്നത്, അതുപോലെ അതിന്റെ 1000 ഇരട്ടി ഓരോ സാധകനെയും അനുഭവത്തിലെത്തിക്കുന്ന മന്ത്രശാസ്ത്രമാണ് ഈ ലളിതാ സഹസ്രനാമം. ഇവിടെ കർത്തൃ എന്ന് പറയുന്ന നാമം സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഈ സൃഷ്ടി മുഴുവനും ഉണ്ടാകുന്നത് ദേവിയുടെ തമോ ഗുണത്തിൽ നിന്നാണെന്ന് പറയുന്നു. പ്രപഞ്ച സൃഷ്ടി, സ്ഥിതി, സംഹാരം 3ഉം ദേവതകളിലൂടെയാണ് പറയപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ സൗന്ദര്യലഹരി പറയുന്ന പോലെ എന്താ പറയാ ഈ കർമ്മങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തരെ അത് ദേവി ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ച നിർമ്മാണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഗുണങ്ങളാണെന്ന് കണ്ടോണം. അപ്പൊ ഗുണങ്ങൾ എന്നാല് ക്വാളിറ്റീസ് ഓർ ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇത് പ്രകൃതിയുടെ ആ ഒരു ഇൻഹറന്റ് നേച്ചറാണ്, സ്വാഭാവിക ഗുണമാണ്. ഈ 3 ഗുണങ്ങൾ എന്നത് സാത്വിക് എന്ന സത്വഗുണം, രജസ് എന്ന രജോ ഗുണം, തമസ് എന്ന തമോ ഗുണം. ഈ ഓരോ ഗുണങ്ങളിലും മറ്റു 2 എണ്ണവും കൂടി ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പൊ സത്വഗുണത്തിലാണ് ശരിക്കും ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് നോളജ് ഏറ്റവും അധികരിച്ച് നിൽക്കുന്നത്. കാരണം മറ്റു 2 ഗുണങ്ങളും വളരെ ചെറിയ തോതിൽ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. ഇവിടെ നിന്നാണ് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ തുടക്കം. ആ ഒരു കർമ്മവും മമത്വവും മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ രജോ ഗുണമാണെന്ന് അറിഞ്ഞോണം. അപ്പൊ ഇത് എപ്പോഴും ലൗകിക വസ്തുക്കളെയും ഈ ഭൂമിയിലുമായിട്ട് മാത്രമായിട്ടായിരിക്കും നിൽക്കുക അല്ലെ? അറിവുകളെല്ലാം തന്നെ ലൗകിക കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും. ഈ നാമരൂപ പ്രപഞ്ചത്തില് എന്തൊക്കെയോ നേടി എന്നുള്ള സംതൃപ്തി അടയുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിലെ ധനം, പദവി, പ്രശസ്തി ഇവയ്ക്ക് വേണ്ടിയായിരിക്കും എല്ലാ ലക്ഷ്യങ്ങളും. അപ്പൊ അതിനായിട്ട് അറ്റാച്ച്മെന്റ്സ്, ആത്മവഞ്ചനകള്, ക്രോധം, നീതിയില്ലായ്മ, സംതൃപ്തിയില്ലായ്മ, ഇതിന്റെ എല്ലാം ഫലമായിട്ട് ലഭിക്കുന്നതോ ദുഃഖവും ദുഃഖാനുഭവങ്ങളും മാത്രമാണെന്ന് തിരിച്ചറിയും. ഈ സമയത്താണ് കർമ്മത്തിന്റെ ഭൂരിഭാഗവും അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ കർമ്മങ്ങളെല്ലാം തന്നെ സഞ്ചിയിൽ വീണ് സഞ്ചിത കർമ്മങ്ങളായിട്ട് വീണ്ടും ജന്മം എന്ന പ്രാരാബ്ധ കർമ്മത്തില് നയിക്കും. അപ്പൊ തമോ ഗുണം എന്നാല് അവിദ്യ അഥവാ ആ ഒരു ഇനേഷ്യ അഥവാ ആലസ്യം. ഇത് ഏറ്റവും താഴ്ന്ന അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പശുഭാവം എന്ന് പറയുന്നതിന് ഇവിടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇല്യൂഷൻ ആൻഡ് ഇഗ്നറൻസ്. ഇപ്പൊ തമോ ഗുണ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ആ ഒരു കൺഫ്യൂഷൻ, സ്റ്റുപ്പിഡിറ്റി, അല്ലേ, ആ ഒരു എന്താ പറയാ ഇൻഫാക്ച്വേഷൻ, വൾഗാരിറ്റി, ഗ്രീഫ്, പെയിൻ, ആങ്സൈറ്റി, ഹേറ്റ്രഡ്, വയലൻസ്, ഇതെല്ലാം നമുക്ക് തമോ ഗുണജന്യങ്ങളാണെന്ന് നമ്മുടെ ഗുരുജി പറയാറുണ്ട്. അപ്പോ ദേവിയുടെ ഈ സ്വരൂപം, അതായത് സൃഷ്ടികർത്തൃ എന്നുള്ള സ്വരൂപത്തിൽ നിന്ന് അമ്മ അടുത്ത സ്വരൂപത്തിലേക്ക് പോവുകയാണ്. ബ്രഹ്മരൂപ, ബ്രഹ്മ സ്വരൂപമായവൾ. ഇപ്പൊ പരബ്രഹ്മത്തിനെ സൃഷ്ടിക്കുന്ന ഭാവമാണ് ബ്രഹ്മാവ്. ഇപ്പൊ ബ്രഹ്മാവിന്റെ രൂപം ധരിച്ചവൾ. അപ്പൊ ബ്രഹ്മാവ് ദേവിയിൽ നിന്ന് ഭിന്നനല്ല. അത് മുൻനാമത്തിൽ വ്യാഖ്യാനം കൊണ്ട് നമ്മൾ വ്യക്തമായില്ലേ. ഇപ്പൊ ബ്രഹ്മ, വിഷ്ണു, ശിവ, ബ്രഹ്മൻ, പ്രധാന ശക്തയാ. അപ്പൊ എന്ന് വിഷ്ണു പുരാണം പറയുന്നുണ്ട്. അപ്പൊ ബ്രഹ്മശബ്ദത്തിന് എങ്ങും നിറഞ്ഞിരിക്കുന്ന ചലനമോ വികാരമോ ഇല്ലാത്തതും ആനന്ദമയവും ജഗത്തിന് കാരണമായിരിക്കുന്ന ചൈതന്യവും എന്നർത്ഥം. ഈ അർത്ഥത്തില് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവും കാരണമായിരിക്കുന്ന പരാശക്തിയും തന്നെയാണ് ഈ നാമത്തിന്റെ വ്യാഖ്യാനമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോ ആ ഒരു ബ്രഹ്മാവിന്റെ രൂപത്തില് സൃഷ്ടി നടത്തുന്ന ദേവി ബ്രഹ്മരൂപ. അപ്പൊ ബ്രഹ്മാവിന്റെ 4 തലകള് നമ്മൾക്കറിയാം. 4 അന്ധകരണങ്ങളാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 ഇല്ലാതെ സൃഷ്ടി എന്ന പ്രക്രിയ നടക്കില്ല. ബ്രഹ്മാവിന്റെ 4 തലകളെ കുറിച്ച് ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ. അപ്പൊ നേരത്തെ ബ്രഹ്മാവിന് 5 തലകൾ ഉണ്ടായിരുന്നുവെന്നും ഈ 5 തലകളെ പഞ്ചഭൂതങ്ങളാണെന്നും അല്ല പഞ്ചപ്രാണനുകളായിരിക്കുന്ന പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിവയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ്. ശിവനോട് അസത്യം പറഞ്ഞതുകൊണ്ട് ബ്രഹ്മാവിന്റെ 5ാമത്തെ തല ശിവൻ നുള്ളിക്കളഞ്ഞതെന്ന് വിശ്വസിക്കുന്നു നമ്മള്. ഇനി വേറൊരു കഥ, ബ്രഹ്മാവിന്റെ ശരീരത്തെ 2ആയി കീറിയെന്നും ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് തീർന്നു എന്നും. ഇതില് ആ ഒരു വെർട്ടിക്കലിയാണ് ഇത് സംഭവിച്ചത്. അഥവാ അർദ്ധനാരീശ്വര ശിവസങ്കല്പമല്ല ഇത്. അപ്പൊ അർദ്ധനാരീശ്വരനും സങ്കല്പത്തിൽ ശിവന്റെ ശരീരം വെർട്ടിക്കലി ഒരു ഭാഗം ശക്തിക്ക് കൊടുത്തു എന്നാണ്. അപ്പോ ബ്രഹ്മാവിനെ നമ്മള് പിതാമഹൻ എന്നും വിഷ്ണുവിനെ പിതാമഹൻ എന്നൊക്കെ ശിവനെ പിതാവ് എന്നുമാണ് അറിയപ്പെടുന്നത്. നമ്മള് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അല്ലെ, ഗ്രാൻഡ് ഫാദർ, ഫാദർ എന്നൊക്കെ പറയില്ലേ. അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, മുത്തച്ഛൻ, അല്ലെ, അതിന്റെയും ഉയർന്ന തലം. അപ്പൊ സൃഷ്ടി എന്നത് എന്താണ് എന്നൊരു സംഗ്രഹമായിട്ട് കണ്ടാല് സോള് എന്ന് പറയുന്ന ജീവാത്മാവ് അഥവാ പുരുഷൻ, പുരത്തിൽ ശയിക്കുന്നവൻ പ്രകടമാകണമെങ്കിൽ പ്രകൃതിയുമായിട്ട് ചേർന്നെങ്കിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഈ പ്രകൃതിയെ നമ്മളെ നേച്ചർ, പ്രപഞ്ചം അഥവാ ക്രിയേറ്റീവ് സെൽഫ് അൺഫോൾഡ്മെന്റ് എന്നൊക്കെ പറയാം. അപ്പൊ പ്രകൃതി തന്നെ തന്നിലൂടെ പുരുഷനെ പ്രകടമാക്കുന്ന പ്രക്രിയയാണ് സൃഷ്ടി എന്നത്, അല്ലെ. ഇപ്പൊ ജീവൻ അഥവാ പുരുഷൻ പ്രകൃതിയുമായിട്ട് ചേരുമ്പോൾ പുരുഷൻ ആദ്യം തന്നെ ആ ഒരു സട്ടിൽ നോൺ മെറ്റീരിയലിസ്റ്റിക് ഫോമിലാണ്. പിന്നെയാണ് നമ്മളത് ഗ്രോസ് ഫോമില് അഥവാ സ്ഥൂല തലത്തിലേക്ക് വരുന്നത്. സ്ഥൂലം എന്നാല് ഗ്രോസ് ഫോമിൽ വന്ന ശേഷം 3 ശരീരങ്ങൾ അത് കൈക്കൊള്ളണു. ഇപ്പൊ ഗ്രോസ് എന്ന സ്ഥൂല ശരീരം, സട്ടിൽ എന്ന സൂക്ഷ്മ ശരീരം, കോസ് എന്ന് പറയുന്ന കാരണ ശരീരം, അതിനാണ് കോസൽ ബോഡി എന്ന് പറയുന്നത്. ഗ്രോസ് എന്നത് ശരിക്കും പറഞ്ഞാൽ ഔട്ടർ ബോഡിയാണ്. സട്ടിൽ ആൻഡ് കോസൽ എന്ന് പറയുന്നത് ഇന്നർ ബോഡീസ് ആണ്. അപ്പൊ സോൾ എന്നത് ജീവാത്മാവിന് പൂർണ്ണമായിട്ടുള്ള ലിബറേഷൻ അഥവാ മുക്തി കിട്ടുന്നത് വരെ ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ആത്മാവിനോട് ചേർന്ന് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഈ സ്ഥൂല ശരീരം മാത്രമാണ് ഇല്ലാതാകുന്നത്. ഓരോ ജന്മത്തിലും പൂർവകാല ജന്മങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇംപ്രിൻസ് അഥവാ ഇംപ്രഷൻസ് ഈ 3 ശരീരങ്ങളിലും ഉണ്ടായിരിക്കും. ഇതുകൊണ്ട് ചില ഗുണങ്ങള് അഥവാ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ക്വാളിറ്റീസ്, അതിന്റെ ആ ഒരു പ്രിഡോമിനൻസ് ഉണ്ടായിരിക്കും ഓരോരുത്തരിലും. ഓരോ പുനർജന്മങ്ങളിലും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് സീഡ്സ് ഓഫ് കർമ്മ എംബഡഡ് ഇൻ ദ സോൾ എന്ന് പറയുന്നത്, അല്ലെ. നമ്മുടെ ആത്മാവിനെ ആവരണം ചെയ്തുകൊണ്ട് കർമ്മ ശരീരം പുതച്ചിരിക്കുന്നു, കർമ്മ ശരീരം കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട്. അപ്പൊ ഇതേ ബീജങ്ങളെ തന്നെയാണ് നമ്മളെ പാപപുണ്യങ്ങളായിട്ട് വിതച്ച് കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് പറഞ്ഞ പോലെ നമ്മൾ തന്നെ വിതയ്ക്കുന്നു, നമ്മൾ തന്നെ നമ്മളെ പാപവും പുണ്യവും നമ്മൾ ഉണ്ടാക്കണു, നമ്മൾ അനുഭവിക്കണു, അല്ലേ. അപ്പോ ഈ ബ്രഹ്മരൂപയായിരിക്കുന്ന ദേവി അടുത്തതെന്താ? ഗോപ്ത്രി, ഗോവിന്ദ രൂപിണി. അപ്പൊ ഗോപനം ചെയ്യുന്നവൾ, ഗോപനം എന്ന് പറഞ്ഞാല് രക്ഷിക്കുന്നവൾ. ഇത് സത്വഗുണ പ്രധാനമായിരിക്കുന്ന ഈശ്വരന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് കാരണഭൂതയായതുകൊണ്ട് ഗോപ്ത്രി. ഇപ്പൊ ഗോപനത്തിന് മറയ്ക്കൽ എന്നും അർത്ഥമുണ്ട്.
മായാരൂപിണിയായി ജീവികളിൽ പ്രവർത്തിച്ച് പരമസത്യം ജീവികളുടെ ശ്രദ്ധയിൽപ്പെടാതെ മറയ്ക്കുന്നവളെന്ന് വ്യാഖ്യാനം. ഗോപ് പ്ലസ് 3 സൃഷ്ടിച്ച് രക്ഷിച്ച് നിലനിർത്തുന്നവൾ. ഗോപനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കൽ എന്ന അർത്ഥം. അപ്പൊ ഈ ദേവി തന്നെയാണ് സംരക്ഷണം നൽകുന്നത്, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. പരിപാലനം എന്നത് ദേവിയുടെ സത്വഗുണത്തെ കാണിക്കുന്നതാണ്. അപ്പൊ ദേവി സംരക്ഷിക്കുക മാത്രമല്ല, തന്റെ സൃഷ്ടികൾക്ക് ഭക്ഷണം, വായു, വെളിച്ചമെല്ലാം നൽകുന്നവളാണ്. അതുകൊണ്ടാണ് ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന പരാശക്തിയെ ശ്രീമാത എന്ന് വിളിക്കുന്നത്, ജഗദംബിക എന്ന് വിളിക്കുന്നത്, അമ്മ എന്ന് വിളിക്കുന്നത്, അല്ലെ? ശരിക്കും പറഞ്ഞാല് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് നേർച്ചറിങ്. ഒരമ്മ നമ്മളെ സംരക്ഷിക്കുകയും നമുക്ക് എല്ലാ ഭക്ഷണവും തരികയും ചെയ്യുന്നു, ഇല്ലേ? നമുക്ക് ഭക്ഷണം വയറിൽ മാത്രം പോയാൽ പോരാ, നമ്മുടെ ശ്വാസം, ഇല്ലേ? പഞ്ചഭൂതങ്ങളെ നിർമ്മിച്ച് അത് നമുക്ക് തന്നിരിക്കുകയാണ് അമ്മ. ഇത് അമ്മയുടെ പ്രധാന കർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഗോപ്ത്രി എന്ന പേര്. ഈ ഗോപ്ത്രിയായിരിക്കുന്ന ദേവി തന്നെയാണ് ഗോവിന്ദ രൂപിണി, ഗോവിന്ദന്റെ സ്വരൂപമായിരിക്കുന്നവൾ. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ചരാചരങ്ങളെ പാലിക്കുന്നവൻ, വിഷ്ണു. ഗോവെന്ന് പറഞ്ഞാല് ജീവജാലം എന്നും അർത്ഥമുണ്ട്. അപ്പോ ഗോത്രി ഗോവിന്ദ രൂപിണി. അപ്പൊ ഗോവിന്ദ രൂപിണിയായിരിക്കുന്ന ദേവി, അല്ലെ? 267 നാമത്തില് ഗോവിന്ദന്റെ മുഖത്തോട് കൂടിയവൾ. ഗോവിന്ദൻ എന്ന പദം ഭൂമിയെ ഉദ്ധരിച്ചവൻ എന്ന അർത്ഥത്തില് ആദി വരാഹമായിട്ട് അവതരിച്ച വിഷ്ണുവിനെയും കാമധേനുവിന് ഐശ്വര്യത്തെ കൊടുത്തവൻ എന്നുള്ള അർത്ഥത്തിൽ വിഷ്ണുവിന്റെ തന്നെ അവതാരമായിരിക്കുന്ന കൃഷ്ണനെയും കുറിക്കുന്നുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിന്റെ രക്ഷ വിഷ്ണുവിന്റെ ചുമതലയാണ്, അല്ലെ? വിഷ്ണുവും ദേവിയുടെ അംശഭൂതനായതുകൊണ്ട് വിഷ്ണു രൂപിണി. ഇപ്പൊ ഗോവിന്ദ ശബ്ദത്തിന് വ്യാഴൻ എന്നും പണ്ഡിതൻ എന്നും ഇടയൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി വിഷ്ണുവിന്റെ അംശഭൂതനാണെന്ന് പ്രസിദ്ധമാണ്. ഇപ്പൊ പാണ്ഡിത്യം, ദേവി പ്രസാദം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണിത്. ഇപ്പൊ വിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന കൃഷ്ണൻ ഇടയനായിട്ട് പശുക്കളെ മേച്ചു നടന്ന കഥ ഭാഗവതത്തിൽ പ്രസിദ്ധമാണ്. ഈ അർത്ഥങ്ങളിലും ദേവിയെ നമുക്ക് ഗോവിന്ദ രൂപിണി എന്ന് പറയാം. ഗോവിന്ദൻ എന്നത് വിഷ്ണുവിന്റെ നാമാണ്, അല്ലെ? നമ്മൾ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. വിഷ്ണുവാണ് ഈ സൃഷ്ട പ്രപഞ്ചങ്ങളുടെ എല്ലാം തന്നെ സംരക്ഷകൻ. ഈ ലൗകിക പ്രപഞ്ചത്തില് ആരോഗ്യം, സമ്പത്ത്, ഉയർച്ച എല്ലാം വിഷ്ണു രൂപിണിയായിരിക്കുന്ന ദേവിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഈ ഒരു നാമത്തിലൂടെയെങ്കിലും നമ്മള് വിഷ്ണുവും ദേവിയും രണ്ടല്ലാന്ന് തിരിച്ചറിഞ്ഞോളണം. അമ്മയുടെ പേരാണ്, അമ്മയാണ് വിഷ്ണു രൂപിണി. വിഷ്ണുവിനെ നമ്മൾ ഭജിക്കുമ്പോൾ അവിടെ ആരാ? നമ്മൾ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയാണ് ഭജിക്കുന്നത്. ഞാൻ കൃഷ്ണഭക്തയാണ്, ഞാൻ വിഷ്ണു ഭക്തനാണ്, ഇല്ല, ഇങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. ശരിക്കും നമ്മൾ ഭജിക്കുന്ന ആരെയാ? ഈ ശക്തിയായിരിക്കുന്ന ദേവിയെ തന്നെയാണ്. അപ്പോ വിഷ്ണുവിനെ മാത്രമായിട്ട് ഒരിക്കലും ഉപാസിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ലൗകിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം, മറിച്ച് വിഷ്ണുവിന്റെ കൂടെ ലക്ഷ്മിയെയും ഉപാസിക്കണമെന്ന് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. ഈ സ്വരൂപത്തെയാണ് നമ്മൾ ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്നത്. ഏറ്റവും എന്താ പറയാ, മംഗളകരമായിരിക്കുന്ന, ഓസ്പീഷ്യസ് ആയിരിക്കുന്ന ആ ഒരു ആരാധനാ മൂർത്തിയാണ് ലക്ഷ്മി നാരായണ സ്വാമി. അപ്പൊ ആർക്കാണോ പ്രശ്നങ്ങള്, തടസ്സങ്ങള് ഒക്കെ മാറേണ്ടത്, അവര് ലക്ഷ്മി നാരായണ മൂർത്തിയാണ് ഭജിക്കേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പൊ നരസിംഹം എന്ന പദം തന്നെയാണ് നാരസിംഹൻ എന്നതും. ഈ ഒരു ഭാവത്തെ മാത്രമാണ് വിഷ്ണു ഭഗവാൻ ഉഗ്രഭാവമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഏറ്റവും മംഗളസ്വരൂപനും ശാന്തനുമായിരിക്കുന്ന മൂർത്തിയാണ് വിഷ്ണു, അല്ലെ? വിഷ്ണുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത് വേദങ്ങള്, ഉപനിഷത്തുകൾ ഇവയിലൂടെയാണ്. ഗോ എന്നാല് വാക്ക് അഥവാ വാക്കുകൾ എന്ന അർത്ഥമുണ്ട്. വിഷ്ണുവിന്റെ ഗുണങ്ങള് വാക്കുകൾ കൊണ്ട് പറയാനോ അറിയാനോ സാധിക്കാത്തത് കൊണ്ട് ഗോവിന്ദൻ. ഇനി ഗോ എന്നാല് ഭൂമി എന്നും അർത്ഥം എടുക്കണം. വിഷ്ണുവാണ് ആ ഒരു ഭൂമിയെ പരിപാലിക്കുന്നത്, അതുകൊണ്ട് ഗോവിന്ദൻ. 232 നാമം പറഞ്ഞതുപോലെ മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി. ഇതില് മഹാപ്രളയം സംഭവിച്ചപ്പോൾ ഭൂമി ജലത്തിന്റെ അടിയിൽ പോയി എന്നും വിഷ്ണു ഭഗവാനാണ് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചതെന്നും ഭൂമി എന്നത് മൊത്തം പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് സംരക്ഷിച്ചത് കൊണ്ട് ഗോവിന്ദൻ. വിഷ്ണു സഹസ്രനാമത്തിൽ 2 പ്രാവശ്യം ഗോവിന്ദൻ എന്ന് പറയുന്ന നാമം വരുന്നുണ്ട്, ഇല്ലേ? 187 539. ഈ ആവർത്തനം ഒന്നും ലളിതാ സഹസ്രനാമത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഏകവും അദ്വിതീയവുമായിട്ടുള്ള ശക്തിയാണ് പ്രതിപാദിക്കുന്നത് എന്ന്. കാരണം ഇതില് ഉള്ള 1000
നാമങ്ങളും 1000 മന്ത്രങ്ങളാണ്. ഇനിയും വിഷ്ണു എന്ന നാമത്തെ കൂടുതൽ അറിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് 7 ലോകങ്ങളാണുള്ളത്. 7 ലോകങ്ങളില് ഗായത്രി മന്ത്രത്തിന്റെ 7 വ്യാഹൃതികളായിട്ട് പറയുന്നുണ്ട്. ഇത് മനുഷ്യ തലത്തിൽ പറയുകയാണെങ്കിൽ 7 ലോകങ്ങൾ എന്നുള്ള ശരിക്കും ആ ഒരു 7 മെന്റൽ പ്ലെയിൻസ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് ആണ്. നമ്മുടെ ബോധതലത്തിന്റെ 7 തലങ്ങൾ. ആ ഒരു മൈക്രോ ലെവലിൽ നിന്ന് ആ ഒരു മാക്രോ ലെവലിൽ നിന്ന്, പ്രപഞ്ച ബോധത്തിൽ നിന്ന് മൈക്രോ ലെവല് അല്ലെ. അപ്പൊ ഈ ഒരു ലോവർ ആൻഡ് ഗ്രോസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ദ ലോവസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു മൈക്രോ തലത്തില്, അതിൽ നമുക്ക് പറയാം ഏറ്റവും താഴ്ന്നതും ഏറ്റവും ഉയർന്നതും, ഹയസ്റ്റ് മൈക്രോ ലെവൽ അല്ലെ കോൺഷ്യസ്നെസ്. അതിനെയാണ് നമ്മൾ അപ്പർ വേൾഡ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന തലം, 7 ലോകങ്ങൾ താഴോട്ടും 7 ഉയർന്ന തലങ്ങളും ഇല്ലേ. അപ്പൊ അതിന്റെ നമ്മുടെ ബോധതലത്തിന്റെ താഴ്ന്ന തലവും ഉയർന്ന തലവും എന്ന് നമ്മൾ എടുക്കണം. ഊർധ്വലോകവും അധോലോകവും. ഇനി കൂടുതൽ തന്ത്രം എന്ന ശരീര സംബന്ധിയായിരിക്കുന്ന ശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ 6 ചക്രങ്ങളും സഹസ്രാരവുമാണ് ഊർധ്വലോകങ്ങൾ എന്ന് പറയുന്നത്. ഈ കോൺഷ്യസ്നെസ് അഥവാ ബോധതലങ്ങളില് മോഡിഫിക്കേഷൻസ് അല്ലെ, ആ ഒരു റിഫൈൻമെന്റ്, പ്യൂരിറ്റി ഇവ ഇല്ലാതെ ഒരിക്കലും ആ ഒരു സെൽഫ് റിയലൈസേഷൻ സാധ്യമല്ല. ആത്മാവിനെ അറിയാൻ പറ്റില്ല. വിഷ്ണു ഭഗവാൻ ഈ ലോകങ്ങളെ പാലിക്കുന്നത് കർമ്മ നിയമം അഥവാ ലോ ഓഫ് കർമ്മയിലൂടെയാണ് അല്ലെ. ഇപ്പൊ വിഷ്ണു ഒരിക്കലും ഒരു ഇഞ്ച് പോലും കർമ്മ നിയമങ്ങളെ തെറ്റിക്കുകയോ മറികടക്കുകയോ ചെയ്യില്ല. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ലോകങ്ങൾക്കെല്ലാം തന്നെ പ്രധാന ആധാര തത്വങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഭൂമി എന്നതിൽ മാറ്റർ ആണ് പ്രധാനം. അപ്പൊ ഈ ഒരു ഹയർ പ്ലെയിൻസില് ആ ഒരു ലൈഫ് എനർജീസ് അല്ലെങ്കിൽ ഇമോഷണൽ എനർജീസ്, മെന്റൽ എനർജീസ് എല്ലാം ഉണ്ട്. ഇപ്പൊ ലെവൽ ഓഫ് എനർജീസ് എന്ന് പറയുന്നത് ഈ ലോകങ്ങളിൽ ഉള്ളതാണെങ്കിലും ഉള്ളതെല്ലാം തന്നെ വളരെ സട്ടിലും ആ ഒരു റീഫൈൻ ഫോം ഓഫ് ഗ്രോസ് ലെവലാണ്. അതായത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഹയസ്റ്റ് പ്ലെയിൻസിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ താഴെ ലെവലിലുള്ളവര് ഒരുപാട് ശുദ്ധമാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഉപാസന മാർഗത്തിൽ പറയുമ്പോൾ ആ ഒരു എന്താ പറയാ ചിത്തശുദ്ധി എന്ന് പറയുന്നത്. കാരണം ആ ചിത്തത്തിനെ ശുദ്ധമാക്കണം. ശരി, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മോളിലോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ, സദാസമയം യോഗനിദ്രയിലെ പാലാഴിയിൽ ശയിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് ആ ചിത്രം. ഈ അനന്തശയനം പ്രതീകാത്മകമാണ്. കാരണം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വിഷ്ണു, വ്യാപ്നോതി വിഷ്ണു, ശയിക്കുന്നതോ ആ ഒരു ബ്ലിസ്ഫുൾ ഓഷ്യൻ ഓഫ് ഇറ്റേണൽ എൻലൈറ്റൻമെന്റ്. വിഷ്ണു എന്നാൽ തന്നെ ഓൾ പ്രിവൈഡിങ് എന്നാണ് അർത്ഥം, എല്ലായിടത്തും നിറഞ്ഞത്. അപ്പോ ഔറോബിന്ദു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞ വിഷ്ണു എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞ ആ ഒരു ഫ്രെയിം വർക്ക് എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ വേൾഡ്, നമ്മുടെ ഉള്ളിലെ അകത്ത് നടക്കുന്ന ബോധതലത്തിന്റെ വിവിധ തലങ്ങളാണ്. ശരിക്കും പറഞ്ഞ അവിടെയാണ് എല്ലാം നടക്കേണ്ടത് അല്ലേ, എല്ലാം നടക്കുന്നത്. ശരിക്കും നമ്മുടെ സോള് ആണ് ഇതിന് അധ്യക്ഷനായിട്ടിരിക്കുന്നത്. നമ്മുടെ ആത്മാവാണ് ഇതിനെല്ലാം സാക്ഷിയായിട്ടിരിക്കുന്നത്. അപ്പൊ വിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ടും അദ്ദേഹത്തെ കൊണ്ടുമാണ് ആ ഒരു ഹയർ തലത്തിലേക്ക് അല്ലെങ്കിൽ ഹയർ സീറ്റുകളിലേക്ക് നമുക്ക് ഉയരാൻ അഥവാ കയറാൻ സാധിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ആത്മബന്ധുവാണ്. നമുക്ക് അനുഗ്രഹം തന്ന സ്വർഗസുഖം തരുന്ന ആളാണ്. ഈ സ്വർഗീയ സുഖം അഥവാ ആ ഒരു സെലസ്റ്റിയൽ ജോയ് ആണ് നമ്മൾ ബ്ലിസ് അഥവാ ആനന്ദം എന്ന് പറയുന്നത്. ഈ വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ മനസ്സിലാക്കിയല്ലേ, ആരാണ്? സാക്ഷാൽ വിഷ്ണു രൂപിണിയായിരിക്കുന്ന പരാശക്തി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദേവിയുടെ നാമങ്ങളിലൂടെ ഇവിടെ ആ ഒരു നാമരൂപങ്ങൾ എന്ന് പറഞ്ഞ ഡ്യുവാലിറ്റിയിൽ നിന്ന് ഏകമായിരിക്കുന്ന ശക്തിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഗോവിന്ദ രൂപിണിയായിരിക്കുന്ന ദേവി പിന്നെ എന്തായിട്ട് തീരണു? എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അടുത്ത തലത്തിലേക്ക് അമ്മ പോവുകയാണ്, സംഹാരിണി. ഇപ്പൊ ജഗത്തിനെ സംഹരിക്കുന്നത്, അതായത് തന്നിൽ തന്നെ ലയിപ്പിക്കല്, ആ ലോക സംഹാരം, ഇത് തമോ ഗുണ പ്രധാനമായിരിക്കുന്ന ഈശ്വരന്റെ കൃത്യമാണ്. അത് സ്വരൂപമായിരിക്കുന്നവൾ ദേവി. ഇപ്പൊ സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മരൂപിണിയായിട്ടും രക്ഷയ്ക്ക് വേണ്ടി വിഷ്ണുരൂപിണിയായിട്ടും സംഹാരത്തിന് വേണ്ടി രുദ്രരൂപിണിയായിട്ടും വർത്തിക്കുന്നത് ഈശ്വര സ്വരൂപിണിയായിരിക്കുന്ന ദേവി തന്നെയാണ്. രജോ ഗുണ പ്രധാനമായ ഈശ്വരനും സത്വഗുണ പ്രധാനമായിരിക്കുന്ന ഈശ്വരനും തമോ ഗുണ പ്രധാനമായിരിക്കുന്ന ഈശ്വരനും ദേവി തന്നെയാണ്, ത്രിഗുണാത്മിക. അപ്പൊ നമ്മൾ ഈ നാമത്തിന് ഇങ്ങനെ തന്നെ അർത്ഥം കണ്ടെങ്കിൽ മാത്രമേ
പറ്റുള്ളൂ. കാരണം എല്ലാറ്റിനെയും സംഹരിക്കുന്നവൾ, സംഹാരിണി അല്ലെ. ശരിക്കും പറഞ്ഞാല് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡിസൊല്യൂഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വാക്കാണ്. വളരെ നിർണായകമായ വ്യത്യാസമുണ്ട് ഇതിന്, ഈ രണ്ട് നാമങ്ങൾക്ക്. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് ആ ഒരു സിംഗിൾ ഓർഗാനിസം അഥവാ വ്യക്തിഗത ജീവന്റെ മരണം. എന്നാൽ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാലോ ബ്രഹ്മാവിന്റെ, അത് മഹത്തരമായിരിക്കുന്ന ഒരു ക്രിയയാണിത്. ഇപ്പൊ സൃഷ്ടിയെ മുഴുവനും തന്നിലേക്ക് തിരിച്ചു ലയിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ അഥവാ സംഹാരം എന്ന് പറയുന്നത്. ഈ നാമം ജീവികളുടെ സ്ഥൂല ശരീരത്തെ ഇല്ലാതാക്കലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡെത്ത് ഓഫ് ദ ഗ്രോസ് ബോഡീസ്. ഇപ്പൊ ദേവിയാണ് ഈ കർമ്മവും ചെയ്യുന്നത്. അതുകൊണ്ട് ദേവിക്ക് സംഹാരിണി എന്ന് പറയണു. അപ്പൊ സംഹാരം ചെയ്യുന്ന ഈ ദേവിയെ നമ്മൾ എന്താ പറയുന്നത്? രുദ്രരൂപ. ഇനിയും നമ്മൾ ദേവിയുടെ പല പല കൃത്യങ്ങളും നാമങ്ങളും കാണാനായിട്ടുണ്ട്. അപ്പൊ സംഹാരിണിയായിരിക്കുന്ന ദേവിയുടെ ഈ നാമത്തില് നമ്മൾ ഇന്ന് ഈ ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം നിർത്തുകയാണ്. കാരണം ഇനിയും കുറെ നാമങ്ങൾ നമ്മൾ ഇതിനോട് തന്നെ ചേർന്ന് വരുന്നുണ്ട്. അടുത്ത സത്സംഗത്തിൽ നമ്മൾ വീണ്ടും ദേവിയുടെ നാമങ്ങളിലൂടെ സഞ്ചരിക്കാം. ഇന്ന് ഇവിടെ നിർത്താം. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.